ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മിസ്ബാ 2 ഈ പ്രോഗ്രാമിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒത്തിരി സ്നേഹത്തോടെ നമ്മെല്ലാവരും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു ഈ ഒരു ശുശ്രൂഷ. ക്രൈസ്തവ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാനും നമ്മിൽ സമുദായ ബോധം വളർത്തിയെടുക്കുവാനും സ്വർഗം കനിഞ്ഞു നൽകിയ ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ 5 ദിനങ്ങളിലായി നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും തടസ്സമായി വരുന്ന നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും അതിനുള്ള പരിഹാര മാർഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ വിധത്തിൽ തൻ്റെ അഭിഷിക്തരിലൂടെ നമ്മോട് സംസാരിച്ച കൃപയുടെ 5 ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പലരും ഇപ്രകാരം എന്നോട് ചോദിച്ചു, എന്തിനാണ് ഷെക്കേന ടെലിവിഷനിലൂടെ ഈ ഒരു ശുശ്രൂഷ ഈ സമയത്ത് ജനത്തിന് നൽകിയത്? ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയുമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം ഒരു ശുശ്രൂഷ ഈ നാളുകളിൽ ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് സ്നേഹബഹുമാനപ്പെട്ട വട്ടായിലച്ചനും അതുപോലെ റോയച്ചനും, നാളെ ബഹുമാനപ്പെട്ട ഡാനിയിലച്ചനും, അഭിയന്യ പമ്പളാനി പിതാവും, അതുപോലെ മാത്യുച്ചനും ഗ്രേസി ടീച്ചറും അവരെല്ലാം ഈ ഒരു ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് വന്നത്. ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അനേകര് ഫോൺ ചെയ്തും ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള അവരുടെ കമൻറ്റുകളൊക്കെ അറിയിച്ചു. പല പിതാക്കന്മാർ വ്യക്തിപരമായി സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജനത്തിൽ, നമ്മുടെ സമൂഹത്തോട് സ്നേഹം വർദ്ധിക്കുവാനും നമ്മിലെല്ലാം സമുദായ ബോധം കൂടുതൽ ഉണരുവാനുമായി ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇനി വരുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങുവാനായിട്ട് ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 29-ാം സങ്കീർത്തനം 11-ാം വചനത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയുകയാണ്, കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവാണ് തൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തുന്നത്. സഭയുടെ യജമാനനും സഭയുടെ മണവാളനുമായ കർത്താവ് സഭയെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന കൃപയുടെ ദിവസങ്ങളാണിത്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തെ ബലപ്പെടുത്തണമേ. ദുർബലതകളിൽ നിന്ന് ഞങ്ങൾ പലപ്പോഴും ക്ഷയിച്ചു പോകുന്നു. ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി മാറുന്നു. കർത്താവെ, കരുണ കാണിക്കണമേ. നിന്റെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ ജനത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 31-ാമത്തെ വചനമാണ്. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. എത്ര അർത്ഥവത്തായ തിരുവചനമാണിത്.
ഗലീലി, സമരി എന്നിടങ്ങളിലെ സഭാ സമൂഹങ്ങളെ പരിശുദ്ധാത്മ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യം നമ്മുടെ സമുദായത്തിന്റെ ശക്തീകരണമാണ്, നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയാണ്. നമ്മളെ ദുർബലമാക്കുന്ന, നമ്മളെ ക്ഷയിപ്പിച്ചു കളയുന്ന, നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സകലതിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ബലത്തിലും വളർച്ചയിലും നമ്മുടെ സമൂഹം ഉയരുവാനായി സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരികയാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും സകല വെല്ലുവിളികളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ സമൂഹം നിറയട്ടെ, നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ, നമ്മുടെ യുവജനങ്ങൾ നിറയട്ടെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ നിറയട്ടെ, നമ്മുടെ സഭാ നേതൃത്വം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, 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 സ്നേഹത്തോടെ ആത്മാവിനെ വിളിച്ച് 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 പ്രാർത്ഥിക്കുക. സകല ദുർബലതകളും, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, ക്ഷയിപ്പിക്കുന്ന എല്ലാ പ്രതിസന്ധികളും വിടുതമാറ്റപ്പെടുവാൻ, ഒരു യഥാർത്ഥമായ ദിശാബോധം നമുക്ക് ലഭിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, സഹായിക്കാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, അങ്ങനെ സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ ആത്മാവെ സഹായിക്കണമേ പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും ഉയർത്തി ഒരു 3 പ്രാവശ്യം നമ്മൾ ഉച്ചത്തിൽ ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് വരിക, ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക് വരിക, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്ക് വരിക, ഞങ്ങളുടെ സമൂഹം നേരിടുന്ന എല്ലാ വെല്ലുവിളികളിലേക്ക് വരിക. Come Holy Spirit, Spirit of God, move. Hallelujah. ഒരു fresh anointing, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, പുതിയ ഉണർവ്, ഒരു പുതിയ ദിശാബോധം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. Feel Holy Spirit, anoint us. ഞങ്ങളുടെ സമൂഹത്തെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ സമൂഹത്തെ വളർത്തണമേ, സമുദായ ബോധത്തിലേക്ക്, സമുദായ സ്നേഹത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവാണ് ശക്തിപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവാണ് സഭയെ വളർത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ആത്മാവിനെ വിളിച്ച് ഒരു നിമിഷം പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവോട് മധ്യേ പ്രവർത്തിക്കട്ടെ. നമുക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ പരിശുദ്ധാത്മാവ് നൽകട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, മിസ്ബ 2 ഈ കൺവെൻഷനെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. അനേകം ആയിരങ്ങൾക്ക് ബോധ്യം നൽകുവാൻ, സഭാ സ്നേഹം നൽകുവാൻ, യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിച്ച് ഒത്തൊരുമിച്ച് വളരുവാൻ, സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. Anoint us, anoint us. Hallelujah. ആമേൻ. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. പാവന റൂഹായേ, ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. ഹോളി സ്പിരിറ്റ്, anoint us. അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. അടഞ്ഞ വാതിൽ തുറക്കാൻ ദുഷ്ടൻ ഒരുക്കും കെണികൾ തകർക്കാൻ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ സമൂഹത്തെ ബലപ്പെടുത്തണമേ. കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. സഭാ സമൂഹങ്ങളിൽ, സഭയുടെ കൂട്ടായ്മകളിൽ, സഭയുടെ കുടുംബങ്ങളിൽ
കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. സമൂഹത്തെ ശക്തിപ്പെടുത്തണമേ. ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിൽ ഉയർന്നപ്പോൾ ഫറവോ സൈന്യം ഭീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോ. പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവനെ, അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേ. പ്രതികൂലത്തിൻ നടുവിൽ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിൻ ഒരുമിച്ച് പാടിയെ ചേർന്ന് കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ സഭാ കൂട്ടായ്മകളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, എല്ലാ കുടുംബങ്ങളിലേക്ക് വരണമേ. ദൈവത്തിന്റെ തീയായി, ദൈവത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ. ഞങ്ങളുടെ സ്നേഹത്തെ, ഞങ്ങളുടെ ഐക്യത്തെ തടയുന്ന പൈശാചിക ശക്തികളെ, നാരകീയ സ്വാധീനങ്ങളെ പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. പെയ്യട്ടെ കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായി റൂഹ പെയ്യട്ടെ. ഇരു കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. മിസ്ബ ഈ പ്രോഗ്രാമെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്യട്ടെ. അനേക കുടുംബങ്ങളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. കരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ബോധ്യങ്ങൾ നൽകണമേ, സമുദായ സ്നേഹം നൽകണമേ, ഞങ്ങളുടെ സമൂഹത്തെ വളർത്തുവാനുള്ള ദൈവിക ആലോചനകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ സ്നേഹം വർദ്ധിപ്പിക്കണമേ, കൂട്ടായ്മ വർദ്ധിപ്പിക്കണമേ, ഒന്നിപ്പ് വർദ്ധിപ്പിക്കണമേ, പരസ്പരം സഹായിക്കുവാനുള്ള മനോഭാവം വളർത്തണമേ. Come Holy Spirit, come Holy Spirit. Hallelujah, hallelujah. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ തിരുസഭയെയും ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും സഭാ കൂട്ടായ്മകളെയും സഭാ സമൂഹങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. ഒരു മനസ്സോടെ ഒന്നിച്ച് വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുവാൻ ആമേൻ ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ചില ആലോചനകൾ സ്വീകരിക്കാം. ഒരു വലിയ പ്രസംഗത്തിന് ഇന്ന് തയ്യാറാകുന്നില്ല. കാരണം കഴിഞ്ഞ 5 ദിനങ്ങളിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും അതിനാവശ്യമായ പരിഹാര മാർഗങ്ങളും വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ദിനങ്ങളായിരുന്നു. ഈ സമയം നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക്, എങ്ങനെ നമുക്കത് കൂടുതൽ റിസൾട്ടിലേക്ക് കൊണ്ടുവരാം. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. നമ്മുടെ സമൂഹത്തിൻ്റെ തളർച്ചയ്ക്ക് എന്താണ് ഇന്ന് കാരണമായിരിക്കുന്നത്? നമ്മുടെ സമുദായം ഇന്ന് എന്തുകൊണ്ടാണ് ഒരു ദുർബലതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാരണങ്ങളിലേക്ക്, യഥാർത്ഥ റൂട്ട് കോസിലേക്കായിരുന്നു പരിശുദ്ധാത്മാവ് വെളിച്ചം വീശിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് ആവശ്യം കൃത്യമായ റിസൾട്ടാണ്. ഇതിനെങ്ങനെ അതിജീവിക്കാം, നമുക്ക് എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടന്ന് നമുക്ക് കൂടുതൽ വളരുവാനായിട്ട് സാധിക്കും. മിസ്ബ ഈ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൽ ഡിസംബർ 7 തിങ്കളാഴ്ച
സ്നേഹ ബഹുമാനപ്പെട്ട സേവ്യാർക്കൻ പട്ടായിലച്ചനെ തന്നെ ദൈവത്തിന് ആത്മ നിയോഗിച്ചു തന്നു. ആ ഒന്നാം ദിനത്തിലെ ശുശ്രൂഷയിലൂടെ പ്രവാചക ശബ്ദമായി പരിശുദ്ധാത്മാവ് പട്ടായിലച്ചനെ തൻ്റെ ജനത്തിനു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർക്ക് അത് തുടർച്ചയായി പങ്കെടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് തരുന്നത്. ആദ്യ ദിനത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലേതാനും ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. നിങ്ങളത് ശ്രദ്ധാപൂർവം വായിക്കണം, നോക്കണം. ഒന്നാമതായി അച്ഛൻ പറഞ്ഞത്, ക്രൈസ്തവ സമുദായത്തിലെ ജനന നിരക്ക് താഴ്ന്നു. സമുദായത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലായി. ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയായിട്ട് അച്ഛൻ പറഞ്ഞ കാര്യം അതാണ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനസംഖ്യയിലുള്ള വളരെ കുറവാണ്. നമ്മളിങ്ങനെ ഒത്തിരി കുറഞ്ഞു പോയിരിക്കുകയാണ്. രണ്ടാമതായി അച്ഛൻ പറഞ്ഞു, ഒരു വീട്ടിൽ 3 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിലേ ഇനി ക്രൈസ്തവ സമുദായം നിലനിൽക്കൂ. കർത്താവിൽ നിന്ന് കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള ഒരു ഹൃദയ തുറവിയിലേക്ക് ക്രൈസ്തവ ദമ്പതിമാര് കടന്നു വരണം. ക്രൈസ്തവ ദമ്പതിമാര് ഈശോയിൽ നിന്ന് കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള ഹൃദയ തുറവിയിലേക്ക് കടന്നു വരാനായിട്ട് അച്ഛൻ ആഹ്വാനം ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ വീണ്ടും അവിടെ കണ്ടത്, ജനനിരക്ക് കുറയാനുള്ള പ്രധാന കാരണം വൈകി നടക്കുന്ന വിവാഹങ്ങളാണ്. വ്യക്തമായിട്ട് വട്ടാലിച്ചനോട് ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, വൈകി നടക്കുന്ന വിവാഹങ്ങൾ. അതിന് പല കാരണങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ എത്രയും പെട്ടെന്ന് ഐക്യത്തിലേക്ക് കടന്നു വരണം. അച്ഛൻ ആദ്യ ദിവസം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐക്യത, ഒന്നിപ്പ്, സ്നേഹം, കൂട്ടായ്മയൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കണം. വീണ്ടും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, ക്രൈസ്തവർ മൈഗ്രേഷൻ കുറിച്ച് നാട്ടിൽ തന്നെ സർക്കാർ ജോലികളിലും മറ്റു പല ജോലികളിലൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ നമ്മുടെ കുറേ പേരുണ്ടാകണം. എല്ലാവരും അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, ഓസ്ട്രേലിയയിലേക്കും ഇങ്ങനെയുള്ള നമ്മുടെ ആ മൈഗ്രേഷൻ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തെ, സഭയെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. ഒന്നാം ദിനത്തിൽ ശുശ്രൂഷകളിലൂടെ ഈ ചിന്തകളെല്ലാം പരിശുദ്ധാത്മ പകർന്നു തരികയായിരുന്നു. രണ്ടാം ദിനത്തിൽ ബഹുമാനപ്പെട്ട റോയ് അച്ഛനിലൂടെ, കൊച്ചേട്ടനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞത്, വിശ്വാസ ഭദ്രതയ്ക്കും കുടുംബ ഭദ്രതയ്ക്കും ക്രൈസ്തവർ ഒന്നാം സ്ഥാനം നൽകണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രൈസ്തവ സമൂഹം നിലനിൽക്കണമെങ്കിൽ, നമുക്ക് വേണ്ടത്ര വളർച്ച വരണമെങ്കിൽ ഒരു സമുദായ ബോധം നമുക്കുണ്ടാകണം. നാം വിശ്വാസത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണം. നമുക്കറിയാം, ഇന്ന് വിശ്വാസത്തിൻ്റെ തകർച്ചയാണ് കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണം. വിശ്വാസ തകർച്ചയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ ധാർമ്മികമായ തകർച്ചകളുടെയും കാരണം. വിശ്വാസത്തിൻ്റെ തകർച്ചയാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ തളർച്ചയ്ക്കും ക്ഷയത്തിനും പ്രധാനമായ കാരണമായിരിക്കുന്നത്. ഒപ്പം കുടുംബങ്ങളുടെ ഭദ്രതയ്ക്കും പ്രാധാന്യം കൊടുക്കണമെന്ന് റോയ്ച്ചൻ പറയായിരുന്നു. അതിനച്ഛൻ വീണ്ടും പറഞ്ഞത്, വിശ്വാസികളുടെ പ്രശ്നങ്ങൾ സഭയുടെ പ്രശ്നങ്ങളായി കണ്ടാൽ മാത്രമേ സഭ നിലനിൽക്കൂ. വീണ്ടും അച്ഛൻ പറഞ്ഞു, സാമ്പത്തികമായി താഴ്ന്നവരെ സഭ സപ്പോർട്ട് ചെയ്ത് അവരെ മുൻനിരയിലേക്ക് ഉയർത്തുവാൻ സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അവർ മുന്നോട്ട് വരണം. വൈദിക സമർപ്പിത സമൂഹം വിശ്വാസികളുമായി വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ച് അവിടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കണം. ദൈവജനവും ക്ലർജിയും തമ്മിലുള്ള ആ ഗ്യാപ്പ്, അകലം, അത് ഉണ്ടാകരുത്. ആ ഗ്യാപ്പ് അത് നികത്തണം. പരസ്പരം കരങ്ങൾ കോർക്കണം. ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. മാധ്യച്ഛനിലൂടെ ദൈവത്തിന് ആത്മാ പറഞ്ഞു, ദൈവത്തിൻ്റെ സ്വരം കേട്ട് സമൂഹത്തെ ധീരമായി നയിക്കുന്നവർ സഭയിൽ ഉയർന്നു വരണം. നാം വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും സ്നേഹിക്കുന്നവരാകണം.
ശക്തമായ വാക്കുകളായിരുന്നു. നാം സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കണം. സഹായം സ്വീകരിച്ചാൽ മാത്രം പോരാ, ആ സഹായം തരുന്നവരോട് നാം കൂടുതൽ നന്ദിയുള്ളവരാകണം. നാലാം ദിനത്തിലെ ശുശ്രൂഷയിൽ ഗ്രേസി ടീച്ചറിലൂടെ ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, ജോലിയുള്ളവർക്ക് മുൻഗണന ലഭിക്കുകയും കൃഷിയും മറ്റ് ജീവിത മാർഗങ്ങളും പിന്തുടർന്നവർ തടയപ്പെടുന്നു. ഈ ഒരു അവസ്ഥ മാറിപ്പോകണം നമ്മുടെ സമൂഹത്തിൽ നിന്ന്. സഭയുടെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം കൊടുത്ത ചെറുപ്പക്കാർക്ക് ജോലി നൽകണം. ഇവിടെയൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇവിടെയെല്ലാം ഒരു പുതിയ സംവിധാനങ്ങൾ രൂപപ്പെടണം. ചില സ്ട്രക്ചറുകളെല്ലാം അതെല്ലാം പൊളിഞ്ഞ് താഴെ വീഴണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ധീരതയോടെ ചില നിലപാടുകൾ നമ്മൾ എടുത്താൽ മാത്രമാണ് ഇനി നമ്മുടെ സമൂഹത്തിന് ശരിയായ വളർച്ചയുണ്ടാവുകയുള്ളൂ. കുടുംബങ്ങൾ ഇല്ലാതായാൽ സഭ ഇല്ലാതാകുമെന്ന് സഭ അധികാരികൾ തിരിച്ചറിയണം. വിവാഹം കഴിയാതെ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ഇണയെ കണ്ടെത്തി നൽകാൻ സഭ മുന്നോട്ടിറങ്ങണം. ഇന്നലത്തെ ശുശ്രൂഷയിൽ അഭിയുന്നിയ പമ്പളാനി പിതാവ് പറഞ്ഞു, സ്ത്രീയെയോ പുരുഷനെയോ ഒഴിവാക്കിയുള്ള വിവാഹബന്ധം മരണസംസ്കാരമാണ്. കുടുംബാസൂത്രണമല്ല, ദൈവത്തിൻ്റെ ആസൂത്രണമാണ് ദമ്പതികൾ പിന്തുടരേണ്ടത്. വീണ്ടും പിതാവ് പറഞ്ഞു, സ്ത്രീധന സമ്പ്രദായം നിർത്തി സ്ത്രീയെ ധനമായി കാണണം. വിവാഹം നടക്കാത്തവരുടെ വിവാഹ ക്രമീകരണത്തിനുള്ള സേവനങ്ങൾ സൗജന്യമായി ചെയ്യണം. ഈ കഴിഞ്ഞ 5 ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ നൽകി ക്രൈസ്തവ സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയായിരുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ്? ഇതിലൂടെ എല്ലാം കർത്താവിൻ്റെ അരൂപി നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. ഈ കഴിഞ്ഞ 5 ദിനങ്ങളിലെ ശുശ്രൂഷകളിൽ പലരും ഫോൺ ചെയ്തും പലരുടെയും പല അഭിപ്രായങ്ങൾ അവർ അറിയിച്ചും, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വന്ന കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റുകളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ജനത്തിൻ്റെ ആശങ്കകളും ജനത്തിൻ്റെ ആകുലതകളും എന്തുമാത്രമുണ്ടെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ടോയ്ലറ്റിൻ്റെ ശുശ്രൂഷയ്ക്കൊക്കെ 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരാണ് വിവിധ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്. അവിടെ മനസ്സിൻ്റെ ആകുലതകളാണ്, ഉത്കണ്ഠകളാണ്. പലരും മക്കളെ ധാരാളം ആഗ്രഹമുണ്ട്, പക്ഷേ സാമ്പത്തിക ഭദ്രതയില്ല, സുരക്ഷിതത്വമില്ല. അവിടെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, മാനസിക പീഡകളെല്ലാം തുറന്ന് അനേകരെ അവരെ കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലേതാനും ചില കാര്യങ്ങൾ ഇത് വായിക്കുകയാണ്. കാരണം ഇതൊക്കെ നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. ഇത് ഒരു ധ്യാന പ്രസംഗമല്ല, ഒരു വചന പ്രഘോഷണ ശുശ്രൂഷ മാത്രമല്ല, ഇതൊരു ബോധവൽക്കരണമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് വെളിച്ചം വീശി നമ്മൾ അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ കൃത്യതയോടെ നടപ്പിൽ വരുത്തി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇനി നമുക്ക് ശരിയായൊരു വളർച്ചയുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ, സമൂഹത്തിൽ പിന്തള്ളപ്പെടും. ഇപ്പോൾ തന്നെ നമ്മൾ പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനി പൂർണ്ണമാവും. ജനത്തിൻ്റെ ആശങ്കകൾ, ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ജനത്തിൻ്റെ നൊമ്പരങ്ങളും അവർ ഇതിനോട് ബന്ധപ്പെട്ട് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളാണ്. സഭ അനേകം ചാരിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം നടത്തുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഗുണം സഭാ മക്കൾക്ക് ലഭിക്കുന്നില്ല. മറ്റ് സമുദായങ്ങളിലുള്ളവർക്കാണ് കൂടുതൽ ലഭിക്കുന്നത്. മറ്റ് സമുദായങ്ങളാകട്ടെ അവരുടെ ആൾക്കാരെയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് നാം കപട മതേതരത്വം ഉപേക്ഷിക്കണം. സ്വസമുദായം അവശത അനുഭവിക്കുമ്പോൾ സമുദായത്തിലുള്ളവർക്ക് മുൻഗണന കൊടുക്കണം. വീണ്ടും ചിലർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, സഭാ മേധാവികളുടെ പെരുമാറ്റം ഞങ്ങളെ സഭയിൽ നിന്ന് അകറ്റുന്നു. അഡ്മിഷനും ജോലിക്കും മറ്റ് കാര്യങ്ങൾക്കുമായി സഭാ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പലരും വേദനയോട് വിവരിച്ചിട്ടുണ്ട്. സഭ ചാരിറ്റി നടത്തി സഭാ മക്കൾക്ക് ഗതിയില്ലാതായി എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ മക്കളെ സ്വീകരിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് ആശങ്കപ്പെടുത്തുന്നു. അതുപോലെ തിരുനാൾ ദൂർത്ത് ഒഴിവാക്കണം, ഫീസ് ഇളവ് നൽകണം, ധനമുണ്ടാക്കുക എന്നതായിരിക്കരുത് സ്ഥാപനങ്ങളുടെ മോട്ടീവ്. ഇടവ വികാരി ഇടവകയിൽ ഓരോ വ്യക്തികളെ അവസ്ഥ അറിയണം. പലരും പറഞ്ഞിരിക്കുന്നത്
ക്രിസ്ത്യാനികളുടെ പ്രശ്നം അറിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്രൈസ്തവർക്ക് ഇന്ന് ക്രൈസ്തവരുടെ പ്രശ്നം അറിയത്തില്ല. വിവാഹം കുദാശയാണെന്നുള്ള കാര്യം പലരും വിസ്മരിച്ച് ഇപ്പോൾ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റു ചിലർ കമൻ്റ് ചെയ്തിരിക്കുന്നത് സഭയിലെ ഡാറ്റ കളക്ഷൻ സംവിധാനം കാര്യക്ഷമമാകണം. നമുക്കിന്ന് ഇത്രമാത്രം സഭയ്ക്ക് എന്തുമാത്രം വലിയ സംവിധാനമാണ് ദൈവം തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കിന്ന് പ്രോപ്പറായിട്ട് കൃത്യമായിട്ടൊരു ഡാറ്റ സംവിധാനമില്ല. ഇത് നമ്മുടെ വലിയൊരു പരാജയമാണ്. ഒരു ഡാറ്റ സംവിധാനം കാര്യക്ഷമമായി വരണം. സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നിലപാടുകളൊക്കെ ജനത്തിന് അറിയത്തക്ക വിധത്തിൽ കാര്യങ്ങൾ ഫാസ്റ്റ് ആകണം. വലിയ ഫാമിലിയുടെ പ്രശ്നങ്ങൾ സഭ പരിഗണിക്കുന്നില്ല. അനേകർ കമൻ്റ് ചെയ്തൊരു കാര്യമാണ്. ബിഗ് ഫാമിലീസ്, 5, 6, 7 മക്കളുള്ള കുടുംബങ്ങളെ പ്രശ്നങ്ങൾ സഭ പരിഗണിക്കുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല, അവരെ കരുതുന്നില്ല, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല. അനേകരെ വേദനയോടെ പങ്കുവെച്ച കാര്യമാണ്. അതുപോലെ തന്നെ 4 മക്കളെങ്കിലുമുള്ള അവരെ വാടക വീട്ടിൽ കഴിയുന്ന കുടുംബങ്ങൾ ആണെങ്കിൽ അവരെ സഹായിക്കണം, അവർക്ക് വീട് പണിത് കൊടുക്കണം. സമുദായം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള ബോധവൽക്കരണം ഇടവകകളിൽ തുടങ്ങണം. അതുപോലെ സഭാ സ്ഥാപനങ്ങളിൽ വേക്കൻസികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജനത്തിന് അവസരം നൽകണം. വീണ്ടും ചിലർ പറഞ്ഞിരിക്കുന്നത് ചില പ്രോ ലൈഫ് ഡോക്ടർമാരും തങ്ങളുടെ ഫീസ് ഇത്തരം കുടുംബങ്ങൾക്ക് ഒഴിവാക്കുന്നുണ്ട്. വലിയ വലിയ കുടുംബങ്ങൾക്ക് ചില ആശുപത്രികൾ, ഹോസ്പിറ്റലുകൾ ഫീസുകൾ ഇളവ് നൽകുന്നുണ്ട്. ഇത് രണ്ടും കൂടിയാൽ പോലും മൊത്തം ആശുപത്രി ചെലവിൻ്റെ പകുതിയോളമേ ആകുകയുള്ളൂ. അപ്പം അതിലൊക്കെ കുറേ കൂടി സാമ്പത്തിക ഭദ്രത ഈ വലിയ കുടുംബങ്ങൾക്ക് കൊടുക്കണമെന്ന് അനേകർ ആവശ്യപ്പെടുകയാണ്. പലപ്പോഴും വലിയ കുടുംബങ്ങളുടെ വേദനകൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അൽമായറാണ്. സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. പലപ്പോഴും വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ ബിസിനസ്സുകാരെ നാം പ്രൊമോട്ട് ചെയ്യണം. 1.5 ലക്ഷത്തോളം പ്രായം കവിഞ്ഞവരുടെ വിവാഹത്തിന് ഉത്തരവാദിത്തം സഭ കാര്യക്ഷമമായി ഏറ്റെടുക്കണം. കൂടുതൽ കുട്ടികൾ ജനിക്കണം എന്ന് പറയുമ്പോൾ പ്രസവ ചെലവ്, സാമ്പത്തിക ചെലവുകൾ, വിദ്യാഭ്യാസം, ആശുപത്രി ചെലവുകൾ എന്നിവയിൽ കൂടി സഭ കൃത്യമായൊരു പോളിസി, ഒരു നിലപാടെടുക്കണം. ഇതൊക്കെ ജനത്തിൻ്റെ ആവശ്യങ്ങളാണ്, ജനം അറിയിക്കുന്ന കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ 5 ദിനങ്ങളിലെ ഇതുപോലെ 100 കണക്കിന് കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ പബ്ലിക്കായിട്ട് ഈ മീഡിയയുടെ അടുത്ത് പറയുന്നതിൻ്റെ കാരണം നമ്മൾ കാര്യക്ഷമമായി ഇത് വെറും ഒരു പ്രസംഗമായി കുറേ കാര്യങ്ങൾ നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറേ തിയറി കേട്ടു, നമ്മളങ്ങനെ പോകാനല്ല. ഇതിൽ ചില തീരുമാനങ്ങളെടുത്ത് കൃത്യമായി ഇത് നടപ്പിലാക്കുമ്പോഴാണ് ഈ ഒരു കൺവെൻഷനിലൂടെ എന്താണോ ദൈവം ആഗ്രഹിച്ചത് അത് സംഭവിക്കുകയുള്ളൂ. ഒരു ശക്തമായൊരു മുന്നേറ്റം സഭയിൽ ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം സഭയുടെ ചരിത്രത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ പത്രോസ്ലിഹായും പൗലോസ്ലിഹായും യോഹന്നാൻ സ്ലിഹായ്ക്ക് സുവിശേഷം പ്രസംഗിച്ച് നമുക്കറിയാം, ഗലാത്തിയ, എഫേസസ്, കൊളോസസ്, അതുപോലെ ക്രേത്ത, ഏഷ്യ മൈനറിലെ മറ്റു പല സ്ഥലങ്ങൾ സ്ലീഹന്മാർ സുവിശേഷം പ്രഘോഷിച്ച് അവിടെ സഭാ സമൂഹങ്ങൾ രൂപപ്പെടുകയാണ്. അതിശക്തമായ സഭാ സമൂഹങ്ങളായിരുന്നത്. ആത്മീയമായും ബൗദ്ധികമായും വളരെ സമ്പന്നമായ സഭാ സമൂഹങ്ങളായിരുന്നു അന്ന് അവിടെ നിലവിലുണ്ടായിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? കാലം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? നമ്മൾ ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ഈ സ്ഥലങ്ങളിലൊന്നും സഭയില്ല. അതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന അവസ്ഥ. അതിസമ്പന്നമായിരുന്ന ആത്മീയതയിലും ഭൗതികതയിലും വളരെ സമ്പന്നമായിരുന്ന സഭകളൊന്നും ഇന്നില്ല. അവിടുത്തെ ക്രൈസ്തവരെ ഒന്നുകിൽ വധിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ മതമാറ്റത്തിന് നിർബന്ധിതരാവുകയാണ്. എങ്ങനെയായിരിക്കാം ആ സ്ഥലങ്ങളൊക്കെ ശത്രുക്കൾ പിടിച്ചെടുത്തത്? അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കാതെ കർത്താവിൻ്റെ വഴി വിട്ട് ആ സമൂഹങ്ങൾ മുന്നോട്ട് പോയി. നമുക്കറിയാം, സഭയെ സഭയാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് ആ സഭാ സമൂഹങ്ങൾ അകന്നു പോവുകയാണ്. അതുപോലെ തന്നെ സഭയ്ക്കകത്തുണ്ടായ വിഭാഗീയത, ഭിന്നിപ്പ്, എതിർചിന്തകൾ, അതുപോലെ തന്നെ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ,
ഇങ്ങനെയുള്ള അന്ധചിത്രങ്ങൾ ഇത് ശത്രു മുതലെടുത്തു. നമ്മുടെ കർത്താവ് പറഞ്ഞു, അന്ധചിത്രമുള്ള ഭവനങ്ങൾ നിലനിൽക്കുകയില്ല. കലഹവും മാത്സര്യവും വെറുപ്പും വിഭാഗീയതയും അതുപോലെ തന്നെ അനൈക്യവും എല്ലാം ശത്രു മുതലെടുത്തു. ഇന്ന് പ്രിയപ്പെട്ടവരെ, അതിശക്തമായി വളർന്ന ആ സ്ഥലങ്ങളിലൊന്നും ഇന്ന് സഭാ സമൂഹങ്ങളില്ല. അതെല്ലാം തകർന്നു പോവുകയാണ്. ജെറമ്യ പ്രവചനം 8-ാം അധ്യായം, അവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജെറമ്യ പ്രവചനത്തിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? 6-ാം അധ്യായം 8-ാമത്തെ വചനം, ജെറുസലേം, നീ എൻ്റെ താക്കീത് കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും. നീ വിജനമായ മരുഭൂമിയാകും. എത്ര സമ്പന്നമായ സഭാ സമൂഹങ്ങളായിരുന്നു ഈ ദേശത്തൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ തുർക്കിയിലോട്ട് പോവാം, മധ്യപൂർവേഷ്യ സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. അവിടെ സഭ വളരെ സമ്പന്നമായിരുന്നു, സഭയുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുകയാണ്. നീ എൻ്റെ താക്കീത് കേൾക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും. നീ വിജനമായ മരുഭൂമിയാകും. ഇന്ന് അവിടെയുള്ള സഭാ സമൂഹങ്ങളൊക്കെ ഇന്ന് നിർജീവമായിട്ട് മാറുകയാണ്. ജോഷ പ്രവാചന പുസ്തകം 7-ാം അധ്യായത്തിൽ 11-12 വചനങ്ങളിൽ കാണാൻ പറ്റും. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ജോഷ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 11-12, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. നിശ്ചിത വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവർ തങ്ങളുടെ സാമാനങ്ങളുടെ കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. 12-ാമത്തെ വചനത്തിൽ പറയുക, അതിനാൽ ഇസ്രായേൽ ജനത്തിനെ ശത്രുക്കളുടെ ചെറുത്തു നിൽക്കുവാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിശ്ചിത വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. ശക്തമായൊരു താക്കീതാണ് പ്രവാചകനായ ജോഷുവായ്ക്ക് ദൈവം നൽകുന്നത്. ഇന്ന് പലരും ചിന്തിക്കുന്നുണ്ട് എല്ലാം തീരാൻ പോവാണെന്ന്. ഇല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായം വളരണമെങ്കിൽ, ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കണമെങ്കിൽ, ദൈവം തരുന്ന ആലോചനയിൽ, ദൈവം പറയുന്ന വഴിയിലൂടെ നാം ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട സഹായങ്ങൾ, നമുക്ക് വേണ്ട നന്മകൾ, നമുക്ക് വേണ്ട അഭിവൃദ്ധി, നമുക്ക് വേണ്ട വളർച്ച, ഇതെല്ലാം കർത്താവ് പ്രദാനം ചെയ്യും. നമ്മൾക്ക് ആർക്കത് സംശയം വേണ്ട. അങ്ങനെ പ്രദാനം ചെയ്താണ് നമുക്ക് മാൾട്ടയിലെ സഭയിലോട്ട് നിങ്ങൾ വരണം. മാൾട്ടയിലെ സഭ, മാൾട്ടയിലെ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, വിശുദ്ധ പൗലോസ്ലീഹ സുവിശേഷം അറിയിച്ച സഭയാണ്. അതൊരു ചെറിയൊരു ദ്വീപാണ്, നമുക്കറിയാം. ഏകദേശം നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയുടെ വലുപ്പം പോലും ഈ മാൾട്ടയ്ക്കില്ല. ഫ്രാൻസിലെ ഫിലിപ്പ് രാജാവിൻ്റെ സംരക്ഷണയിലായിരുന്നു ഈ പ്രദേശം. എന്നാൽ 1565 തുർക്കി രാജാവായ സുലൈമാൻ മാൾട്ടയെ അറ്റാക്ക് ചെയ്യാണ്. മാൾട്ടയിലെ സഭ ശക്തമായിരുന്നു പ്രിയപ്പെട്ടവരെ. നമ്മൾ ആദ്യം കണ്ടു ഏഷ്യ മൈനർ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ ഉണ്ടായിരുന്ന ആ ആദ്യ സഭ, അത് ആത്മീയമായും ഭൗതികമായും സമ്പന്നമായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കാതെ വിഭാഗീയതയും പരസ്പര വിദ്വേഷവും വെറുപ്പൊക്കെ വെച്ച് പുലർത്തി കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ശത്രു അറ്റാക്ക് ചെയ്യാണ്. സഭ തളർന്നു പോവുകയാണ്, സമൂഹങ്ങൾ തകരുകയാണ്. നമ്മൾ വേണ്ട വിധം കർത്താവ് തരുന്ന ആലോചനകൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ ഈ ഒരു ദുരന്തം പ്രിയപ്പെട്ടവരെ കേരള ക്രൈസ്തവ സമൂഹത്തിന് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായ പരിശുദ്ധാത്മാവ് ആലോചന തരികയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നേറുവാനുള്ള അഭിഷേകവും കൃപയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകും. മാൾട്ടയിൽ അതാ സംഭവിച്ചത്. അവിടെ ഈ സുലൈമാൻ രാജാവ് മാൾട്ടയെ അറ്റാക്ക് ചെയ്യാണ്. ഈ സമയത്ത് മാൾട്ടയിൽ അവിടെ വിശുദ്ധ യോഹന്നാൻ്റെ വീരയോദ്ധാക്കൾ എന്നായിരുന്നു ഈ മാൾട്ടയിലെ ആ സഭയിലെ സഭാമക്കളെ പറഞ്ഞിരുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ വീരയോദ്ധാക്കൾ. നമുക്കും ഈ ഒരു വീര്യമുണ്ടാകണം. സ്നേഹത്തിൻ്റെ വീര്യം, പങ്കുവയ്ക്കുവാനുള്ള വീര്യം, പരസ്പരം സഹായിക്കുവാൻ, എൻകറേജ് ചെയ്യുവാനുള്ള വീര്യം. ഈ സഭാ സമൂഹത്തെ നയിച്ചത്
71 വയസ്സ് പ്രായമുള്ള, നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവർ, 71 വയസ്സ് പ്രായമുള്ള ലാവലേറ്റ് എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യനാണ്. നമുക്ക് കൃത്യമായ ദൈവിക ദർശനമുണ്ടെങ്കിൽ, ഒരു പ്രൊഫറ്റിക് വിഷൻ ഉണ്ടെങ്കിൽ, ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യും. സുഭാഷിത പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, പ്രവചനമില്ലാത്തിടത്ത്, പ്രൊഫറ്റിക് വിഷൻ, പ്രവാചക ദർശനം ഇല്ലാത്തിടത്ത് ജനം നശിക്കുന്നു, ജനം നിയന്ത്രണം വെടിയുന്നു. ഇതാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 71 വയസ്സ് പ്രായമുള്ള ലാവലേറ്റ് എന്ന് പറയുന്ന ഈ വൃദ്ധനായ മനുഷ്യൻ ദൈവാശ്രയത്വമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ ഒരു പ്രൊഫറ്റിക് വിഷൻ ഉണ്ടായിരുന്നു. ഈ സമൂഹത്തെ എങ്ങനെ നയിക്കണമെന്നുള്ള വ്യക്തമായ ആലോചന ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. 31,000 പടയാളികളും 180ഓളം പടകപ്പലുമായിട്ടാണ് സുലൈമാൻ രാജാവ് ഈ സഭയെ തകർക്കാൻ, അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാൻ കടന്നു വന്നത്. എന്നാൽ എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ? മാൾട്ടയിൽ വെറും 641 പടയാളികളും കുറച്ച് നാട്ടുകാരും മാത്രം. അവർ ദൈവത്തെ അങ്ങ് ആശ്രയിച്ചു. ലാവലേറ്റ് എന്ന് പറയുന്ന ഈ നേതാവ് ആദ്യം ചെയ്തെന്ന് പറയുന്നത് ദിവ്യകാരുടെ പ്രതിഷ്ഠ നടത്തുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ഒരു പ്രതിഷ്ഠ നടത്തുകയാണ്. ശക്തമായ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. 1565 മെയ് 25 യുദ്ധം തുടങ്ങി. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മാൾട്ടയിലെ സഭയെ തകർക്കാമെന്ന് സുലൈമാൻ രാജാവ് ചിന്തിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട മണിക്കൂറുകൾ പോയിട്ട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും 641 പടയാളികളിൽ 60 പേരേ ഉള്ളൂ. പക്ഷേ നാട്ടുകാർ മുഴുവൻ ഈ പട്ടാളക്കാരുടെ കൂടെ ചേർന്നു. സ്ത്രീകളും കുഞ്ഞുങ്ങളും മുന്നോട്ട് വന്ന് അവർ ഒരുമിച്ച് നിൽക്കുക. ഇതാണ് പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ സമുദായത്തിന് വേണ്ടത്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഒന്നിച്ച് മുന്നേറേണ്ട സമയം, ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയം. പരസ്പരം സഹായിച്ച്, സ്നേഹിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട സകല സഹായങ്ങളും സ്വർഗത്തിലെ ദൈവം നൽകും. ഹല്ലേലൂയ. നമുക്കതിന് സംശയം വേണ്ട. ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യം പ്രിയപ്പെട്ടവരെ. അവരങ്ങ് ദൈവത്തെ ആശ്രയിച്ച് സ്ത്രീകളും കുട്ടികളെല്ലാം ഒരുമിച്ച് സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അവിടെ സമൂഹത്തെ ഇല്ലാതാക്കാൻ വന്നവരെ അവരെ ദൈവത്തെ ആശ്രയിച്ച് അങ്ങ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ്. സംഭവിച്ചത് എന്താണെന്നറിഞ്ഞു? സ്ത്രീകളെല്ലാം പോരിനിറങ്ങി. ആൾഫലത്തേക്കാൾ അവർ ദൈവത്തിൽ അഭയം തേടി. സെപ്റ്റംബർ 6 ഫ്രാൻസിലെ ഫിലിപ്പ് രാജാവ് ഇവിടെ രക്ഷയ്ക്കെത്തി. തുർക്കികൾ ആക്രമിച്ച് അവരെ തിരിച്ചോടിച്ചു. ഇന്ന് മാൾട്ട ദ്വീപിലെ ഇന്ന് ക്രൈസ്തവ സമൂഹം വളരെ ശക്തമാണ് പ്രിയപ്പെട്ടവരെ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സമൂഹം ഇല്ലാതായി പോയില്ല എന്ന് മാത്രമല്ല, ഇന്ന് അതിശക്തമായി മാൾട്ടയിലെ സഭ വളരുകയാണ്. മാൾട്ടയിലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ വളർച്ചയാണ് വരുന്നത്. ഇതിന് കാരണം എന്താണെന്നറിയോ? അവർ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച്, ദൈവത്തെ ആശ്രയിച്ച് ഒരൊറ്റക്കെട്ടായി നേതൃത്വവും ജനവും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ശത്രുവിനെ അവരെ തകർക്കാൻ പറ്റിയില്ല. അവര് തകരുവാൻ ദൈവം അനുവദിച്ചില്ല. ഇത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശോഷിപ്പാണ്, നമ്മുടെ സമൂഹത്തിന് ദുർബലതയാണ് സഭയുടെ ശത്രുക്കളുടെ വിജയമെന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്കതിന് ഒരു വിഷയത്തിലോട്ട് നമുക്ക് വരാം. ക്രൈസ്തവ നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സമൂഹങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ അതിന് പ്രധാന വഴി നമ്മുടെ കുടുംബങ്ങളുടെ ഭദ്രത തന്നെയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ ഭദ്രത തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമൂഹം ശക്തിപ്പെടണമെങ്കിൽ, വളരണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ വളരെ സ്ട്രോങ് ആവണം, അതിശക്തമാവണം. കുടുംബങ്ങളുടെ ഭദ്രത എങ്ങനെയാണ് സംഭവിക്കുന്നത്? കുടുംബങ്ങളുടെ ഭദ്രതയിൽ ഒന്നാമതായി വരുന്നത് അധികം മക്കളുണ്ടാകണം. മക്കളുടെ ഫലമാണ്. എത്രമാത്രം കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിലുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾ ശക്തിപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ ബലമുള്ളതാക്കുന്നത് മണി പവറല്ല, വെറും മണി പവറല്ല, പൊളിറ്റിക്കൽ പവറല്ല, ബ്രെയിൻ പവറല്ല, മസിൽ പവർ. പ്രിയപ്പെട്ടവരെ, മക്കൾ ധാരാളം ഉണ്ടാകണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കഴിഞ്ഞ 5 ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മെ അറിയിച്ച ദൈവത്തിൻ്റെ ആലോചനയാണിത്. നമുക്കിതിൽ ആശങ്കകളുണ്ട്, ശ്രദ്ധിക്കണം. നമ്മൾ
ധാരാളം കുഞ്ഞുങ്ങളെ കർത്താവിനും സഭയ്ക്കുമായി നൽകുവാൻ നമ്മുടെ ദമ്പതിമാർ തീരുമാനങ്ങൾ എടുക്കണം. നമുക്കറിയാം, ആദ്യത്തെ വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പന എന്താണ്? ഈ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം ബ്ലെസ് ചെയ്യുന്നേ, ദൈവത്തിന് അനുഗ്രഹം വരും, ദൈവത്തിന് കൃപ കടന്നു വരും. സംശയിക്കേണ്ട. ഈ മിസ്ബ 2 ഈ കൺവെൻഷനിലൂടെ നമ്മൾ തീരുമാനമെടുക്കേണ്ടത് അതാണ്. ധാരാളം കുഞ്ഞുങ്ങളെ സഭയ്ക്ക് നൽകുക, ധാരാളം മക്കളെ കർത്താവിന് നൽകുക. നമ്മുടെ കുടുംബങ്ങളെ ഭദ്രതയാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഭദ്രത, നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച. ഇത് നമ്മൾ മറക്കരുത്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി 1:28 എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ദൈവമായ കർത്താവ് ഇപ്രകാരം അവൻ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവീൻ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ. ഇത് വാഗ്ദത്തത്തോടു കൂടിയുള്ള ആദ്യ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ. ഹല്ലേലൂയ. ഈ കൽപ്പന നമ്മൾ അനുസരിക്കണം. നമ്മൾ പലരും ചിന്തിക്കും, ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങൾ പലരുടെ കമൻറ്റുകൾ വായിച്ചു. ഒരുപാട് പേര്, ചിലർ ചീത്ത വിളിച്ചിട്ടുണ്ട്, കുറേ പേരൊക്കെ തെറി വിളിച്ചിട്ടാണ് അതിൽ കമൻറ്റുകൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കിങ്ങനെ പ്രസംഗിച്ചാൽ മതി, നിങ്ങൾക്കിങ്ങനെ പറഞ്ഞാൽ മതി. മക്കളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. ആരവരെ പോറ്റും? അവർക്കവിടെ വിദ്യാഭ്യാസ ചെലവ്, ഡെലിവറിയുടെ ചെലവ്, ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ചെലവ് ആര് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അനേകർ അവരുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ സഹായിക്കും. ഇവിടെ വിശ്വാസത്തിനൊരു തലം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ജെറമിയ പ്രവചനം 29:6 എന്താ നമ്മൾ കാണുന്നത്? ദൈവത്തിൻ്റെ പ്രോമീസാണ്, നമുക്കറിയാം. അവർക്ക് മക്കളുണ്ടാകട്ടെ. അതിൻ്റെ അവസാന ഭാഗം നിങ്ങൾ വായിച്ച്, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇന്നലെ അഭിമന്യ പിതാവ് വ്യക്തമായി വചനം നമുക്ക് പറഞ്ഞു തന്നതാ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ ബിഗ് ഫാമിലികളുണ്ട്. ധാരാളം മക്കളുള്ള 5, 6, 7, 8, 14 മക്കളുടെ കുടുംബങ്ങൾ എനിക്കറിയാം. 2 പേരും കോളേജ് ടീച്ചേഴ്സാ. 14 മക്കൾ. പറഞ്ഞ് വിശ്വസിക്കത്തില്ല. 45 വയസ്സിൻ്റെ ഉള്ളിൽ 14 മക്കളെ. പ്രകാശ് എന്ന് പറയുന്നത് നമുക്കറിയാം, തോമസ് കുര്യൻ ബ്രദർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻലോയാണ്, അളിയനാണ്. 14 മക്കളെ അവർ സഭയ്ക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, കോടീശ്വരന്മാരായിട്ടൊന്നല്ല, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവം സഹായിക്കും, ദൈവം പരിപാലിക്കുന്നുള്ള ഉറച്ച ബോധ്യത്തോടെ അവർ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതം നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ കിട്ടിയ ചില നിർദ്ദേശങ്ങൾ നിങ്ങളോടൊന്ന് പറയാണ്. സാധിക്കുന്നവർ ആ സ്ക്രീനിലോട്ട് നോക്കി ആ ഡിസ്പ്ലേ വായിക്കണം. ഇതൊക്കെ നമ്മൾ നടപ്പിൽ വരുത്തണം. അഭിമന്യ പിതാക്കന്മാരെ, വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, എൻ്റെ ജനറൽ അമ്മമാരെ, എൻ്റെ പ്രൊവിൻഷ്യൽ അമ്മമാരെ, നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ വലിയ കുടുംബങ്ങൾ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം, നിലപാടുകൾ എടുക്കണം. ഇന്ന് പല പ്രൊവിൻഷ്യൽ അമ്മമാർ പറയാറുണ്ട്, ദൈവവിളികൾ കുറഞ്ഞു പോകുന്നു. എന്തുകൊണ്ട് ദൈവവിളി കുറഞ്ഞു പോകുന്നത്? മക്കളില്ലാത്തത് കൊണ്ടാ, മക്കൾ കുറഞ്ഞത് കൊണ്ടാ. അതുകൊണ്ട് കൂടുതൽ മക്കളുണ്ടാകാൻ എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് വേണം. ഒന്നാമത് പ്രാർത്ഥന, രണ്ടാമത് സാമ്പത്തികമായ ഭദ്രത കൊടുക്കണം. ആ ഒരു കൈത്താങ്ങ് കൊടുക്കണം. ആ ഒരു ഉറപ്പ് കുടുംബങ്ങൾക്ക് കൊടുക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യും. ചില സജഷൻസ് ഞാൻ വായിക്കുകയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ മിസ്ബ ഈ കൺവെൻഷൻ്റെ റിസൾട്ടായിട്ട് അതൊക്കെ മാറണം. ഒന്നാമത് അവിടെ പറയുന്നത്, സഭയുടെ ചില ആശുപത്രികളിൽ 4ാം ഡെലിവറി മുതൽ സിസേറിയൻ അടക്കമുള്ള ഡെലിവറി ചാർജുകൾ ഫ്രീ ആണ്. മറ്റ് സഭാ സ്ഥാപനങ്ങൾ ഇത് പിന്തുടരണം. ഇത് 2 or 3 സ്ഥാപനങ്ങളിൽ ഉണ്ടായ പോരാ. നമ്മുടെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളിലും, നമ്മുടെ ക്രൈസ്തവ ആശുപത്രികളിലെല്ലാം ഈ ഒരു തീരുമാനമുണ്ടാകണം. 3-4 കുഞ്ഞുങ്ങൾ മുതൽ ഫ്രീ ഡെലിവറി ആക്കണം. അവിടുത്തെ ചെലവുകൾ നമ്മൾ ഫ്രീ ആക്കുമ്പോൾ നമ്മുടെ ദമ്പതിമാർക്ക്, നമ്മുടെ കുടുംബസ്ഥർക്ക് കർത്താവിൽ നിന്ന് ധാരാളം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും.
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ സംഭവിക്കണം. നമ്മുടെ ചില സ്ട്രക്ചറുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചില ഈ മൈൻഡ് സെറ്റപ്പ് ഉണ്ട്, അത് ആദ്യം പൊളിക്കണം നമ്മൾ. എങ്കിലേ കൃപ ഒഴുകൂ, എങ്കിലേ പരിശുദ്ധാത്മ പ്രവർത്തിക്കൂ. നമ്മളിത് മനസ്സിലാക്കണം. ദൈവം നമ്മളെ സഹായിക്കും, ഒരു കുറവ് നമുക്ക് വരില്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണത്. വീണ്ടും അതിൽ നിന്ന് കിട്ടിയ ചില നിർദ്ദേശങ്ങൾ: സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വലിയ കുടുംബങ്ങളെ അവരുടെ അനുദിന ആവശ്യങ്ങൾക്ക് മാസം ഒരു തുക നൽകി സഹായിക്കണം. ഇടവക അടിസ്ഥാനത്തിൽ ഇവർക്കൊരു വേണ്ട ഫണ്ട് സ്വരൂപിക്കണം. വളരെ ശക്തമായൊരു നിർദ്ദേശമാണത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വലിയ കുടുംബങ്ങൾക്ക് വേണ്ടി അവരുടെ അനുദിന ചെലവുകൾ, അവരുടെ പഠന ചെലവുകൾ, ഭക്ഷണ കാര്യങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യപരമായ വളർച്ചകൾ, ഇതിനൊക്കെ മാസം തോറും തുക കൊടുക്കണം. സ്നേഹ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ, ഞാൻ വട്ടായിലച്ചനോട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം നമ്മുടെ സഭയ്ക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അച്ഛനാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിനുള്ള ഒരു കാർഡ് സിസ്റ്റം നമ്മൾ രൂപപ്പെടുത്തണം. അങ്ങനെ ഒരു തുക എല്ലാ മാസവും കൊടുക്കാൻ നമ്മൾ കുറേ വ്യക്തികളെ കണ്ടെത്തണം. അങ്ങനെയുള്ള കുടുംബങ്ങളെ നമ്മൾ സഹായിക്കണം, അവരെ മുൻനിരയിലോട്ട് കൊണ്ടുവരണം, അവരെ പ്രൊമോട്ട് ചെയ്യണം. അവർക്കതൊരു ഔദാര്യമായിട്ടല്ല, ആദരവായിട്ട് നമ്മൾ ആ കുടുംബങ്ങൾക്ക് ഇത് നൽകണം. ഡിസംബർ 31 നമ്മളെ പുതു വർഷത്തിലേക്ക് കടക്കുന്നതിന് തലേ ദിവസം അട്ടായച്ചനും ഡാനിയിലച്ചനും ഈ മിസ്ബയിൽ പങ്കെടുത്ത ശുശ്രൂഷ അഭിഷിക്തരെല്ലാം ഒരുമിച്ചിരുന്ന് ഷെക്കന ടെലിവിഷനിലൂടെ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ കുടുംബങ്ങൾക്ക്, ഇതുപോലെയുള്ള കുടുംബങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഇത് ചുമ്മാ ഒരു വെറുമാക്ക് പറയില്ല പ്രിയപ്പെട്ടവരെ, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഇത് പ്രസംഗിച്ചു പോകാനല്ല ഇത് പറയുന്നത്, ഇത് നടപ്പിലാക്കണം. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സമുദായം എങ്ങനെയാ വളരുക? നമ്മുടെ സമൂഹത്തിന് എങ്ങനെ വളർച്ച കിട്ടുക? പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കരുത്. വർഗീയത പറയുന്നതല്ല. നമ്മൾ എന്തെങ്കിലും ഇന്ന് പ്രവർത്തിച്ചാലേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ. നാളെ പ്രവർത്തിക്കാം, നാളെ ചെയ്യാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് കൂട്ടി നിൽക്കും, കർത്താവ് അതിന് വേണ്ട വഴികൾ തുറന്നു തരും. നമ്മൾ ആരും സംശയിക്കേണ്ട. അതിൽ പറഞ്ഞ മറ്റൊരു സജഷൻ ഇതാണ്: വലിയ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായം ഒരു സിസ്റ്റം ബേസ്ഡ് ആക്കണം. പ്രിവിലേജ് കാർഡ് സംവിധാനം പോലെ അത് വലിയ കുടുംബങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന സംവിധാനമാക്കണം. ഇന്നത്തെ മാറിയ സാഹചര്യങ്ങളിൽ വലിയ കുടുംബത്തിലെ അമ്മമാർക്ക് വൈകാരിക പിന്തുണ കൊടുക്കണം. വീണ്ടും പറഞ്ഞിരിക്കുന്ന സജഷൻ ഇതാണ്: 3ാമത്തെ കുട്ടി മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ ഫീസുകളിൽ കൺസെഷനും 4ാമത്തെ കുട്ടി മുതൽ പരമാവധി ഫീസ് കുറച്ചും കൊടുക്കണം. ഇല്ലാതാക്കിയാൽ അത്രയും നല്ലത്. ദൈവം തരും, ദൈവം വിശ്വസനാണ്. വലിയ കുടുംബങ്ങളിലെ കുട്ടികളുടെ അഡ്മിഷൻ മെറിറ്റ് അടിസ്ഥാനത്തിലാകരുത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വലിയ കുടുംബത്തിലെ മക്കളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകണം. ഇതിനുള്ള ഫണ്ട് ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ചില വ്യക്തികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില സമൂഹങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഏലിയ പ്രവാചകനെ കാക്കകൾ അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്ത ചരിത്രമൊക്കെ പറയാറുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച്, ആ പ്രൊവിഡൻസിനെ കുറിച്ച്. ഇതുപോലെ സഭാ സമൂഹങ്ങൾ ഒരു കാക്കയാണ്. കർത്താവ് ഈ സമ്പത്ത് ഏൽപ്പിച്ച ഓരോ വ്യക്തിയും കുടുംബവും ഒരു കാക്കയാണ്. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അത് ഔദാര്യമല്ല, അത് അവർക്ക് കൊടുക്കുന്ന ഓണറായി, അവരുടെ അവകാശമായി, അവർക്കുള്ള ആദരവായി നമ്മളിത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. സഭയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വലിയ കുടുംബങ്ങൾ ഫോട്ടോകൾ കവർ ചിത്രമായി കൊടുക്കണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ചില ബുള്ളറ്റിൻസ് ആവട്ടെ, മറ്റു ഇതിലൊക്കെ ആവട്ടെ, 4 പേര് 5 പേര്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടതാണ്. നമ്മുടെ ഇപ്പോൾ ക്രിസ്മസ് വരെയല്ലേ, കരോൾ ഗാന മത്സരങ്ങളുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, കരോൾ ഗാന മത്സരത്തിൻ്റെ ശ്രദ്ധയ്ക്ക്, ഇടവക്കാരിട്ടിരിക്കുന്ന ശ്രദ്ധയ്ക്ക് 2 പേര് കുറയാനും പാടില്ല, 5 പേരിൽ കൂടാനും പാടില്ല കുടുംബങ്ങളെന്ന്. നമ്മൾ ശരിക്കും വെക്കേണ്ടത് എന്താ? 2 പേര് കുറയാനും പാടില്ല, മാക്സിമം എത്ര പേര് വേണമെങ്കിലാകാം. അപ്പോൾ 5 പേര് ഉള്ള കുടുംബങ്ങളിൽ അവരെങ്ങനെ പങ്കെടുക്കും? 4 മക്കളുള്ള കുടുംബങ്ങൾ എങ്ങനെ പങ്കെടുക്കും? 6 മക്കളുള്ള കുടുംബങ്ങൾ എങ്ങനെ ഈ മത്സരത്തിൽ പങ്കെടുക്കും? അപ്പോൾ സഭയുടെ ആറ്റിറ്റ്യൂഡ് മാറണം, നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ മാറണം. നമ്മളവരെ പലപ്പോഴും
എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ കാണണേ. പലപ്പോഴും എനിക്ക് 4 മക്കളെ ദൈവം തന്നെ 4 സിസേറിയനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ ദൈവത്തിന് ഇടപെടില്ല. 8 സിസേറിയൻ കഴിഞ്ഞവരുണ്ട്. 8 സിസേറിയൻ കഴിഞ്ഞിട്ട് മക്കളെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കടന്ന് അങ്ങനെ പോയിരുന്നു. നീനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, 5.5 മാസം അവൾ പ്രഗ്നൻ്റാ. ഡോക്ടേഴ്സ് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ അവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു അബോർട്ട് ചെയ്യില്ല, അവൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഇന്ന് നീനു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. അവളൊരു രക്തസാക്ഷിത്വമാണ്. ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ അബോർട്ട് ചെയ്തില്ല. അവൾ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമുക്കറിയാം ജോജി ചേട്ടൻ്റെ ചേച്ചി സ്വപ്ന, 8 മക്കളുണ്ട്. കേരളത്തിലെ GN എന്ന് പറയുന്ന ചേച്ചിയെ ഞാൻ നിങ്ങളോട് പറയുന്നത്, വില കൊടുക്കുന്നവരുണ്ട്, സമർപ്പണമുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു വില കൊടുക്കൽ അനുഭവങ്ങളിലേക്ക് ക്രൈസ്തവ ദമ്പതിമാർ കടന്നു വരണം. നമ്മൾ വില കൊടുക്കാൻ തയ്യാറായാൽ, ദൈവം പറഞ്ഞ് കൽപ്പനയിൽ അടിയുറച്ച് നമ്മൾ അതിൽ സമർപ്പണമുള്ളവരായാൽ, നമ്മളെ പോറ്റുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ, നമ്മളെ വളർത്തുവാൻ ദൈവമായ കർത്താവിന് കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം പൊട്ടനല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് മരമണ്ടൂസല്ല. അവൻ ഓൾ മൈറ്റിയാണ്, ഓൾ സഫിഷ്യന്റ് ഗോഡാണ്, സർവശക്തനും സർവാധിപനുമാണ്. ഹല്ലേലൂയ. ജീസസ് ജീസസ് ജീസസ്. ഇത് പറയുമ്പോൾ ശക്തമായൊരു അനോയിന്റിങ് കർത്താവ് തരികയാണ്. അതുപോലെ ക്യാൻസർ, അംഗവൈകല്യം, മറ്റ് ന്യൂനതകൾ ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അത്തരം സ്ത്രീകൾക്ക് എല്ലാം പിന്തുണ നൽകാൻ തയ്യാറാകണം. അല്ലെങ്കിൽ അവളുടെ അഹന്ത കാരണം അന്നും പറഞ്ഞതാന്ന് പറഞ്ഞ് ആ കുടുംബത്തെ തള്ളിപ്പറയല്ല ചെയ്യേണ്ടത്, ആ കുടുംബത്തെ മാറ്റി നിർത്തല്ല ചെയ്യേണ്ടത്, അവരെ അവഹേളിക്കല്ല ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ സപ്പോർട്ടും കൊടുക്കണം. അവരെ നമ്മൾ അങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഇതൊക്കെ കർത്താവിന് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. വലിയ കുടുംബങ്ങളെ സഹായിക്കുന്നത് ചെറിയ കുടുംബങ്ങൾ ചെയ്യുന്ന വലിയ സുവിശേഷ വേലയാകണം. ചിലപ്പോൾ 2 മക്കളുണ്ടാവുള്ളൂ, സാമ്പത്തികമായി നല്ല ഉയർന്ന നിലയിലുണ്ടാവും. ആ ഇടവകയിൽ 6 മക്കളുടെ കുടുംബം ഉണ്ടാവും. വാടക വീട്ടിൽ താമസിക്കണേ, ആ വാടക കൊടുക്കണം. നിങ്ങൾ ആ കുട്ടികളെ സ്പോൺസർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ പ്രാശ്ചിത്തം ചെയ്യണം. 2 കുഞ്ഞുങ്ങളല്ലുള്ളൂ, ഇനി ധാരാളം കുഞ്ഞുങ്ങൾ വേണം. പക്ഷേ അത് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്യും? പേടിക്കേണ്ട കാര്യമില്ല. കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾ ആ കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യുക, അവിടെ ചെലവുകളൊക്കെ സ്പോൺസർ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ? ഇതൊക്കെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ സമുദായത്തിൻ്റെ വളർച്ച, സമുദായ ബോധം എന്ന് പ്രസംഗിച്ചിട്ടും ചുമ്മാ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കണം, നടപ്പിലാക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര നാളായി നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്? നമ്മളൊരു തീരുമാനത്തിലേക്ക് വരട്ടെ. ഒരു നിലപാടും കാര്യങ്ങളത് ചെയ്യാനുള്ള ഒരു പ്രതിബദ്ധത നമുക്ക് ഉണ്ടാവണ്ടേ. ഇല്ലെങ്കിൽ കൂട്ടമായി നമ്മൾ തളർന്നു പോവും. ഒരു സംശയം വിചാരിക്കേണ്ട. ഇതൊക്കെയാണ് ഇവിടെ തന്നത്. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് എടുത്ത ചില തീരുമാനങ്ങൾ, ചിലവരുടെ ബൈറ്റുകൾ കാണിക്കാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കണം. വലിയ കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് തോമസ്, നമ്മുടെ ബ്രദർ. അദ്ദേഹത്തിന് 8 മക്കളുണ്ട്. ഈ 8 മക്കള് 8 ആൺപിള്ളേരാണ്. എല്ലാം പഴയ നിയമ പ്രവാചകരുടെ പേരാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇങ്ങനെ പേരിട്ടിരിക്കുന്നത്? ഒക്കെ സാമുവേല്, ദാനിയേല്, ജോയേല്, സെഫാനിയ, ഒബാദിയ. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, സന്തോഷേ, പഴയ നിയമത്തിൽ പ്രവാചകരുടെ പേരുകൾ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പുതിയ നിയമത്തിലോട്ട് കടക്കാനെന്ന്. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളിപ്പോൾ കാണുകയാണ് ഡോക്ടർ രഞ്ജു, അവർക്ക് 6 മക്കളെ ദൈവം കൊടുത്തിരിക്കുന്നത്. ആ ഫാമിലിയുടെ ആ ബൈറ്റ് നമുക്കൊന്ന് വേഗത്തിലൊന്ന് കാണാം. അവർക്ക് എന്താ നമ്മോട് പറയാനുള്ളത് ഈ കാലഘട്ടത്തിലുണ്ട്? ഞങ്ങളുടെ കൂടിയുള്ളത് എൻ്റെ ജീവിത പങ്കാളി അതല്ലല്ലോ, ഇതല്ലല്ലോ. ഞങ്ങൾക്ക് 6 മക്കളാണുള്ളത്. തെറ്റിപ്പോയി. ശ്രദ്ധിക്കുക. ഡോക്ടർ രഞ്ജു പറയുന്ന നിങ്ങൾ കൃത്യം കേട്ട് ചെയ്യുക. ഡോക്ടർ രഞ്ജു അദ്ദേഹത്തിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ രഞ്ജു വർഗീസ്. ഞാൻ ഡോക്ടർ രഞ്ജു, ഇത് എൻ്റെ വൈഫ് ഡോക്ടർ സോണിയ. ഞങ്ങൾക്ക് 6 കുഞ്ഞുങ്ങളാണുള്ളത്. മക്കൾ ഒരു വലിയ അനുഗ്രഹമാണ്, ദൈവദാനമാണ് എന്നുള്ള നല്ല ബോധ്യം ഞങ്ങളുടെ 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ, വിശുദ്ധിയിൽ സ്വീകരിക്കുവാൻ
ദമ്പതിമാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ധാർമ്മിക പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ആർക്കെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഏതെങ്കിലും അമ്മമാര് പ്രസവം നിർത്തിയവര് വരികയാണെങ്കിൽ അവരെ കൗൺസിലിംഗ് ചെയ്ത് റീകാനലൈസേഷന് പറഞ്ഞു വിടാറുണ്ട്. കണ്ടു, ഡോക്ടർ കുടുംബങ്ങളാണ്. ഡോക്ടർ രജു വർഗീസ് 6 മക്കളെ അദ്ദേഹം കർത്താവിന് സഭയ്ക്ക് ആ കുടുംബം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഷെക്കേനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് സോണി, അതുപോലെ തന്നെ സിമ്മി. അവർക്ക് 6 മക്കളെ അദ്ദേഹം ഒരുപാട് പലപ്പോഴും കളിയാക്കലുകളൊക്കെ പലപ്പോഴും സമൂഹത്തിൽ നിന്നൊക്കെ അവർക്ക് ലഭിച്ചു. എങ്കിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ച് കൂടുതൽ കുഞ്ഞുങ്ങളെ സഭയ്ക്ക് നൽകാൻ അവർ തയ്യാറായി. സോണി സിമി ദമ്പതികളുടെ ആ ടെസ്റ്റ് മണി അവരുടെ ആ അനുഭവം നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് സോണി. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കൂടെയുള്ളത് എൻ്റെ ജീവിത പങ്കാളി സെമി. ഞങ്ങൾക്ക് 6 മക്കളാണുള്ളത്, 5 പെൺകുഞ്ഞുങ്ങളും 1 ആൺകുഞ്ഞും. ഞങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം 12 വർഷത്തോളമായി. ഈ 12 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് 6 മക്കളെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ധാരാളം മക്കൾ വേണമെന്നുള്ള ഒരു ചിന്ത എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടായിരുന്നു. അതിന് പ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തോട് വിശ്വസിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട് ഞങ്ങൾക്ക് 6 മക്കളെ ദൈവം ദാനമായി നൽകി. ഓരോ മക്കളെയും ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ദൈവം ക്രമപ്പെടുത്തി നൽകി. ഇന്ന് ഈ ലോകത്തിൽ പലരും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ എല്ലാം സെറ്റിലായിട്ട് എല്ലാം ശരിയായതിന് ശേഷം പോരെ അടുത്ത കുഞ്ഞ്. പക്ഷേ എല്ലാം ശരിയായിട്ടല്ല അടുത്ത കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ടാണ് നമ്മൾ ഓരോ കുഞ്ഞിനെയും സ്വീകരിക്കേണ്ടത്. ഇന്നത്തെ ഈ കാലത്ത് എല്ലാവരും വിവാഹത്തിൻ്റെ ആ അന്തസത്ത മനസ്സിലാക്കാതെയാണ് ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹിക്കുക, അതിനേക്കാളും ഉപരിയായിട്ട് ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കുക എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുടെ ഭദ്രത. ധാരാളം കുഞ്ഞുങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും വളരുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ തന്നെ ഡോക്ടർ അനുമോദ്, ഡോക്ടർ പ്രിയ, ആ കുടുംബത്തിൻ്റെ അവരുടെ ആ അനുഭവം കൂടി നമുക്ക് പെട്ടെന്നൊന്ന് കേൾക്കാം. ഇതൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമാകണം, പ്രോത്സാഹനമാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ടെസ്റ്റ് മണി ഒന്ന് കേൾക്കാം. സങ്കീർത്തനം 127 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലമൊരു സമ്മാനവും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മക്കൾ എന്ന് പറയുന്നത് വലിയൊരു ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഓരോ കുഞ്ഞുങ്ങൾ കൂടുമ്പോഴും ഒത്തിരി സന്തോഷം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ദൈവം ഓരോ മക്കളിലൂടെയും നമുക്ക് നൽകുന്നത് ഓരോ കുടുംബത്തിനും, ഓരോ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിലെ സമൂഹത്തിന് വലിയൊരു സന്തോഷം, ആനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ മക്കളെയും നമുക്ക് ദൈവം ഭൂമിയിലേക്ക് തരുന്നത്. ഓരോ കുഞ്ഞുങ്ങൾ വരുമ്പോഴും ആ ഒരു വീട് സ്വർഗമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷമുള്ളതായിട്ട് ഒക്കെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി തന്നെ പേരൻസിന് ഒരുപാട് തരത്തിൽ അനുഗ്രഹങ്ങളും, ആ കുടുംബത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നുണ്ട്. ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഓരോ കുഞ്ഞുങ്ങളും വർദ്ധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് പോലും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ദൈവത്തിന് ഈ ഭൂമിയെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് ദൈവം വിഭാവനം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കുടുംബം, അല്ലെങ്കിൽ ഓരോ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇങ്ങനെയുള്ള അനേകം കുടുംബങ്ങളെ ദൈവം പരിപാലിക്കുകയാണ്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഫിയാത്ത് മിഷൻ്റെ ചെയർമാനായിട്ടുള്ള സീറ്റ്ലി ബ്രദർ, 6 മക്കളുണ്ട്. ഇതുപോലെയുള്ള അനേകം കുടുംബങ്ങളെ പേഴ്സണലി എനിക്കറിയാം. ഒരു സമ്പന്നരൊന്നല്ല, വളരെ സാധാരണക്കാർ, പലരും വളരെ പാവപ്പെട്ടവരാണ് പലരും. എങ്കിലും ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ മുറുകെ പിടിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ദൈവം തക്ക സമയത്ത് പ്രൊവൈഡ് ചെയ്യാണ്. ഇതിൽ സഭയുടെ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അനേകർ ഈ ഒരു ദർശനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകുമെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ ആദ്യ ദിനത്തിൽ പറഞ്ഞു,
നമ്മുടെ ജനസംഖ്യ കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വൈകി നടക്കുന്ന വിവാഹങ്ങളാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അതിനൊരു സന്തോഷ വാർത്ത മറ്റൊന്നല്ല. ചാവറ മാട്രിമോണിയിലെ അവിടെ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ യുവതി യുവാക്കൾക്കും ഫ്രീ സർവീസാണ്. ഇത് സഭ ചെയ്യുന്ന വലിയൊരു സേവനമാണ്. അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള എല്ലാ കുട്ടികൾക്കും, എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ള സർവീസ്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് കഴിയാത്തവരെ, അണ്ടർ ഗ്രാജുവേറ്റ് ഉള്ളവർക്കും അവർ ആ ഫ്രീ സർവീസ് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ അറിയിപ്പിലേക്ക് തരികയാണ്. ഇനി ചാവറ മാട്രിമോണിയിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാനാണെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് 5 പൈസ കൊടുക്കണ്ട, അത് ഫ്രീ ആയിട്ടാണ്. ഇതൊക്കെ സഭയിലൂടെ പരിശുദ്ധാത്മ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തിനു വേണ്ടി? നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ. അതിന് ഡയറക്ടർ അച്ഛൻ തോമസ് അച്ഛനിൽ നിന്ന് നേരിട്ട് നമുക്കത് കേൾക്കാം. അത് അച്ഛൻ പറയുന്നത്. കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് വിവാഹാർത്ഥികൾക്ക് പല തലങ്ങളിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചവറ മാറ്റുമണിയിൽ രജിസ്റ്റർ ചെയ്യുന്ന 35 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി വികാരി അച്ഛൻ്റെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സുകളെല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളത് സത്യമാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈ പറയുന്ന സേവനം ലഭ്യമാണ്. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാ വിഭാഗത്തിലുമുള്ള വിവാഹാർത്ഥികൾക്ക് സഭ പൂർണ്ണമായിട്ട് പിന്തുണ നൽകുന്നതോടൊപ്പം ചാവറ മാട്രിമോണി 100% ഫ്രീ ആയിട്ടാണ് അവർക്ക് ഈ സേവനം ലഭ്യമാക്കുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. വളരെ സന്തോഷത്തോടെ നമ്മളത് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റം വരുത്തുകയാണ്. നമ്മുടെ ചിന്താഗതികളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഫ്രീ സർവീസ് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയാണ്. അതുപോലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വിവാഹം ഇന്ന് പലപ്പോഴും വൈകി നടക്കുന്നതിന് കാരണം നമ്മുടെ ചില ആറ്റിറ്റ്യൂഡ്സ് മാറ്റണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളുമാണ് ഇന്ന് വിവാഹ മുടക്കികളായി പലരും നിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. പലപ്പോഴും ജോലിക്കും പ്രൊഫഷനും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസത്തിനും ലോകത്തിൻ്റെ മറ്റു പല മാനദണ്ഡങ്ങൾക്കുമാണ് ഇന്ന് അനേകം മാതാപിതാക്കൾ മുൻതൂക്കം കൊടുക്കുന്നത്. ഇതിൽ എൻ്റെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, എൻ്റെ അനുജന്മാർ അനുജത്തിമാരും ശ്രദ്ധിക്കണം. നമ്മൾ ഏറ്റവും പ്രധാനമായി മുൻതൂക്കം കൊടുക്കേണ്ടത് വിശ്വാസത്തിനായിരിക്കണം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി വിശ്വാസത്തിനാണ്. വിശ്വാസമില്ലാതെ ഡോക്ടർ ആയിക്കൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനായതുകൊണ്ടോ ഇനി പോട്ടെ നാസയിലെ സയൻറ്റിസ്റ്റ് ആയിക്കോട്ടെ, ആൾക്ക് ഒരു വിശ്വാസമില്ലെങ്കിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. ഇന്ന് അനേകം കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം ആ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. കർത്താവിൻ്റെ സാന്നിധ്യം കുടുംബത്തിൽ വേണ്ടേ? കർത്താവിൻ്റെ സാന്നിധ്യം വരണമെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന നമ്മുടെ മകളെ വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോലി വേണം, ഇതൊക്കെ വേണം നമുക്ക്, അതൊക്കെ സെക്കൻഡറിയാണ്. ഫസ്റ്റ് വേണ്ടത് ആ യുവാവിനെ, ആ ആൺകുട്ടിക്ക് അവന് വിശ്വാസമുണ്ടോ, അവൻ ദൈവഭയമുള്ളവനാണോ, അവൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഒന്നാം സ്ഥാനമുള്ള വ്യക്തിയാണോ, വിശ്വാസത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവം പ്രവർത്തിക്കും. ഞാൻ എൻ്റെ വിവാഹത്തോട് ബന്ധപ്പെട്ട് പറയാണ്, 2005 എൻ്റെ വിവാഹം കഴിഞ്ഞത്. നിങ്ങൾക്കറിയാം, ഞാനൊരു സുവിശേഷ പ്രഘോഷകനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ആവറേജ് ഫാമിലി, വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള വളർച്ചയോ അതിനനുസരിച്ചുള്ള വലിയ വിദ്യാഭ്യാസമൊന്നും അധികമില്ല. എല്ലാം ഒരു സാധാരണ രീതിയാണ്. അങ്ങനെ വിവാഹത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ അവർ മുൻതൂക്കം കൊടുത്തത്, കാരണം എൻ്റെ കുടുംബവുമായിട്ട് ഞാൻ തട്ടിച്ച് നോക്കുമ്പോൾ എന്നേക്കാളും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മറ്റു പല കാര്യങ്ങളിലും മുൻപന്തിയിലായിരുന്നു അവർ. പക്ഷേ ആ മാതാപിതാക്കൾ വിശ്വാസത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. പലരോട് ചോദിച്ചു, എന്തിനാണ് ഈ കർത്താവിൻ്റെ ദാസനെ, ശുശ്രൂഷകനെ, ഈ സുവിശേഷം പറയുന്ന വ്യക്തിക്കൊക്കെ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത്? അവർ പറഞ്ഞു, നാസയിലെ സയൻറ്റിസ്റ്റ് ഞങ്ങളുടെ കുഞ്ഞിനെ വാങ്ങടിക്കണേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടമാണ് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകൻ ഞങ്ങളുടെ കുഞ്ഞിനെ വാങ്ങഴിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ആ പേരൻസിൻ്റെ നിലപാടാണ്. പ്രിയപ്പെട്ടവരെ, വർഷം 15 കഴിഞ്ഞു. ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നു, ഒരുപാട് നന്മകൾ ദൈവം തന്നു, പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കർത്താവ് കരം പിടിച്ച്
കൃപയിൽ അങ്ങ് നയിച്ചു. എന്തുമാത്രം ബ്ലെസ്സഡ് ആയിട്ട് മാറി. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകൾ മാറണം, കാഴ്ചപ്പാടിൽ മാറ്റം വരണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്, ബാക്കി കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് ഇടപെടും. ഹെബ്രായ പുസ്തകം 10:38 പറയുന്ന എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇത് എൻ്റെ അനുജന്മാർ അനുജത്തിമാർ ശ്രദ്ധിക്കണം, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. വൈദികരും സമർപ്പിതരൊക്കെ ശ്രദ്ധിക്കണത്. ഇവിടെയൊക്കെ നമ്മുടെ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ മേഖലയുള്ള കെട്ടുകൾ അഴിയാൻ തുടങ്ങും. നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ കൂടുതൽ ബ്ലെസ്സഡ് ആയിട്ട് മാറും. അതുപോലെ മറ്റൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. അത് മറ്റൊന്നല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് അനേകം CMC, അതുപോലെ FCC, SABS, SH ഇങ്ങനെയുള്ള സന്യാസ സമർപ്പിത സമൂഹങ്ങൾ, അവരൊക്കെ അവരുടെ ഹോസ്പിറ്റലുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നാലാമത്തെ കുഞ്ഞിന് മുതൽ എല്ലാം ഫ്രീ സർവീസ് കൊടുക്കുകയാണ്. ഇതൊന്നും പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ല. ചിലയിടത്ത് 3-ാമത്തെ കുഞ്ഞു മുതൽ കൊടുക്കുന്നുണ്ട്. പലരും ചോദിച്ചില്ലേ, ഞങ്ങളുടെ മക്കൾ ആര് പഠിപ്പിക്കും, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചാൽ മതി. ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസ ചെലവ്, ഇവർക്ക് വേണ്ട സാമ്പത്തിക കാര്യങ്ങൾ ആര് നോക്കും? ഇതാ നോക്കുകയാണെന്നേ. ഇതിനൊക്കെ ദൈവം ചില വഴികൾ തുറന്നു തരുന്നുണ്ട്. പരിശുദ്ധാത്മ ഇടപെടുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നിവിടെ നമ്മുടെ ഉത്തരവാദിത്വം മാറിപ്പോയി എന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം. പക്ഷേ ഈ 3, 4, 5, 6 കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വിധ സംവിധാനങ്ങൾ സഭാ സമൂഹങ്ങളിലൂടെ പരിശുദ്ധാത്മ ഒരുക്കുന്നുണ്ട്. തുറന്നു വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കും, കൂടുതൽ റിസൾട്ടിലേക്ക് വരും. പല ജനറാളമ്മമാരും പ്രൊവിൻഷ്യൽസൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ പല ജനറാളമ്മമാരും ഫോണിൽ വിളിച്ചു. അവർക്ക് സന്തോഷത്തോടെ പറഞ്ഞത്, സന്തോഷമുള്ള ഞങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്താം. പല ജനറാളമ്മമാരും പ്രൊവിൻഷ്യൽസൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും പ്രിയപ്പെട്ടവരെ. അതിൽ നമുക്ക് ഹോളി ഫാമിലി മറ്റ് പലരുടെ നമുക്ക് നിസ്സാര സമയം കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ജനറാളമ്മമാരും പ്രൊവിൻഷ്യൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 31 ഈ മിസ്ബയോട് ബന്ധപ്പെട്ട ഡിസ്കഷനിൽ റോയിച്ചൻ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് തരും. ഞാനത് മുന്നമേ ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഹോളി ഫാമിലി നമുക്കറിയാം, കുഴിക്കാട്ടുശ്ശേരിയുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടർ ഫിൻഡോ വളരെ നല്ലൊരു പ്രോലൈഫിൻ്റെ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ അനേകം കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഇന്ന് ജന്മം നൽകുന്നുണ്ട്. ദമ്പതികളെ ആ ഒരു ദർശനത്തിലേക്ക് നയിക്കാൻ, ജീവൻ്റെ മൂല്യത്തിലേക്ക് നയിക്കാൻ ഫിൻഡോ ഡോക്ടറെ പോലെയുള്ള അനേകം ഡോക്ടേഴ്സിനെ കർത്താവ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ എന്തുമാത്രം ഡോക്ടേഴ്സുണ്ട്. പ്രിയ ഡോക്ടർമാരെ, ഈ ഒരു ജീവൻ്റെ ദർശനത്തിലേക്ക്, ഈ ഒരു സുവിശേഷ ദർശനത്തിലേക്ക്, സഭാത്മക ദർശനത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ കടന്നു വരണം, കൂടുതൽ കൂടുതൽ കടന്നു വരണം. ഡോക്ടർ ഫിൻഡോയും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്ററും നൽകുന്ന അവരുടെ ഒരു അനുഭവം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. വലിയ കുടുംബങ്ങൾ അഥവാ കൂടുതൽ മക്കളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്ന കുടുംബങ്ങൾ, അവർ തീർച്ചയായിട്ടും വലിയ ആദരം അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ാമത്തെയോ 4-ാമത്തെയോ 5-ാമത്തെയോ ഒക്കെ കുഞ്ഞിനെ ഗർഭിണികളായിരിക്കുന്ന മാതാപിതാക്കൾ അവരെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ അവർ അർഹിക്കുന്ന രീതിയിൽ കൊടുക്കുകയും ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. 4-ാമത്തെയോ മുതൽ മുകളിലുള്ള പ്രസവങ്ങൾക്ക് ഈ ആശുപത്രിയിൽ നമ്മൾ ഡെലിവറി ചാർജിൽ അത് സൗജന്യമാക്കി തന്നെ കൊടുക്കുന്നു. ഞങ്ങളിത് ചെയ്യുന്നത് അവർക്ക് വേണ്ട ഒരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ളൊരു പിന്തുണയാണ്. 4-ാമത്തെ കുഞ്ഞു മുതൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും അവർക്ക് സൗജന്യമായ ഓപ്പറേഷൻ ചാർജുകളും ഡെലിവറി ചാർജുകളും കൊടുക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുപോലെ തന്നെ മക്കളില്ലാതെ മക്കൾ നഷ്ടപ്പെട്ടവർക്ക് പ്രസവം നിർത്തിയവർക്ക് റീകാനലൈസേഷനിലൂടെ വീണ്ടും കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതകൾ നൽകുന്നു. അതിന് സബ്സിഡിയായിട്ട് 5000 രൂപ വീതം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ അതൊന്ന് പറയാണ്, നമ്മൾ പ്രസവം നിർത്തിയവരാണ് ജെയ്സൺ ഷീബ ദമ്പതികൾ. അവർക്ക് 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പ്രസവം നിർത്തി.
എന്നാൽ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ ഒരു ധ്യാന പ്രസംഗത്തിലൂടെ പരിശുദ്ധാത്മാവ് കൂടുതൽ കുഞ്ഞുങ്ങളെ തിരുസഭയ്ക്ക് നൽകണമെന്നുള്ള ബോധ്യം അവരെ ബോധ്യപ്പെടുത്തി. അവരെന്ത് ചെയ്തു എന്നറിയോ? ഈ ഫിനോ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അവരെ അതിനുശേഷം ഇപ്പോൾ ഷീബ 7ാമത് വിശേഷമായിട്ടിരിക്കുകയാണ്, 7ാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവർ 2 കുഞ്ഞുങ്ങളോട് പ്രസവം നിർത്തിയതാണ്. പക്ഷേ അവർ വീണ്ടും അത് ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൂടെ 5 കുഞ്ഞുങ്ങൾ ഈശോ അവർക്ക് കൊടുത്തു. അപ്പം ഇങ്ങനെ വില കൊടുത്ത് കുഞ്ഞുങ്ങളെ സഭയ്ക്ക് നൽകുന്ന ക്രൈസ്തവ കുടുംബങ്ങളിൽ നാളുകളിലുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സത്യം മനസ്സിലാക്കണം. ഈ ഒരു കൾച്ചർ നമുക്കുണ്ടാവണം. ബിഗ് ഫാമിലി, മോർ ചിൽഡ്രൻ, മോർ അനോയിൻറ്റിങ്. ഇത് നമ്മുടെ മുദ്രാവാക്യമായിരിക്കണം. കൂടുതൽ മക്കൾ, കൂടുതൽ അഭിഷേകം. കൂടുതൽ മക്കൾ, കൂടുതൽ അനുഗ്രഹം. എല്ലാവരും ഇത് പറഞ്ഞേ, മോർ ചിൽഡ്രൻ, മോർ ബ്ലെസ്സിങ്സ്. കൂടുതൽ മക്കൾ, കൂടുതൽ അനുഗ്രഹം. ഇത് ചുമ്മാ പറയുന്നതല്ലാട്ടോ. ഇതുപോലെ അനേകം കുടുംബങ്ങളുണ്ട്. ഈ ഹോസ്പിറ്റലുകാർ കാണിക്കുന്നത് പോലെ നമ്മുടെ ക്രൈസ്തവ മറ്റ് ആശുപത്രികളൊക്കെ ഇത് കാണിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനോട് ബന്ധപ്പെട്ട അധികാരികൾ അവരിത് തീരുമാനമെടുക്കണം. ഇതിലെല്ലാം മുന്നോട്ട് വരണം. അങ്ങനെ നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുവാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ ഡയറക്ടർ അച്ഛനായ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അദ്ദേഹം പറയുന്ന നമ്മുടെ തൃശ്ശൂർ ജൂബിലിയിലും ഈ ഒരു സിസ്റ്റമുണ്ട്. ഇത് ഏതാനും ഹോസ്പിറ്റലുകൾ മാത്രമല്ല, നമ്മുടെ ക്രൈസ്തവ ഹോസ്പിറ്റലുകളിലെല്ലാം ഈ ഒരു തീരുമാനം, ഈ ഒരു നിലപാടുണ്ടായി. എത്രയും പെട്ടെന്ന് നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ധാരാളം കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ളൊരു വലിയ തുറവയിലേക്ക് നമ്മുടെ ദമ്പതിമാരെ നയിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയണം. പള്ളിക്കുന്നച്ചൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവിക ജീവൻ്റെ പരിപോഷണത്തിന് ഉതകുന്ന ഇടങ്ങളായി ക്രൈസ്തവ കുടുംബങ്ങളെ രൂപവൽക്കരിക്കുന്നതിന് നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും ദൈവത്തിൻ്റെ ദാനമായ ജീവനെ കൈനീട്ടി സ്വീകരിക്കാൻ ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ടാണ് അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് അതിരൂപതയുടെ കീഴിലുള്ള ആശുപത്രികളിൽ 4ാമത്തെ കുഞ്ഞ് മുതൽ ജനിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ പ്രസവത്തിൻ്റെയോ അല്ലെങ്കിൽ സിസേറിയൻ്റെയോ ആവശ്യമായി വരുന്ന സാമ്പത്തിക ചെലവ് സൗജന്യമായിട്ട് നൽകാനായിട്ട് നിർദ്ദേശിച്ചത്. അതുപ്രകാരം അതിരൂപതയുടെ കീഴിലുള്ള ആശുപത്രികളിൽ, പ്രത്യേകിച്ചും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ അത് കൃത്യമായിട്ടും ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് സമൃദ്ധമാവുകയും ദൈവത്തിൻ്റെ ജീവനെ പ്രഘോഷിക്കുന്ന ഇടങ്ങളായി മാറുകയും ചെയ്യാനായിട്ട് ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ഓരോ ആശുപത്രികളിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അനേകർക്ക് അതൊരു കൈത്താങ്ങാകും, സഹായകമാകും. ക്രൈസ്തവ ദമ്പതിമാരെ കൂടുതൽ കുഞ്ഞുങ്ങളെ ഈശോയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് മുന്നോട്ട് വരും. അതുപോലെ തന്നെ സിസ്റ്റർ ലിൻസ് മരിയ, നിർമ്മല മാതാ സെൻട്രൽ സ്കൂളാണ്. അത് SABS സഭാ സമൂഹത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്. അവിടുത്തെ പ്രിൻസിപ്പളായ സിസ്റ്റർ ലിൻസ മരിയ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. മക്കളുടെ വിദ്യാഭ്യാസം ദൈവത്തിൻ്റെ ദാനമാണ്. നിർമ്മലമാത സെൻട്രൽ സ്കൂളിൽ 2500-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2018 മുതൽ 30 കുട്ടികൾ, അതായത് 3-ൽ കൂടുതൽ മക്കൾ പഠിക്കുന്ന 30 ഫാമിലീസിനെ നമ്മൾ ഫ്രീ ആയി പഠിപ്പിക്കുന്നു. കൂടാതെ 150 കുട്ടികളെയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും, എല്ലാ പഠന സാമഗ്രികളും ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് SABS മാത്രമല്ല, CMC കോൺഗ്രിഗേഷൻ, FCC കോൺഗ്രിഗേഷൻ, SH കോൺഗ്രിഗേഷൻ, അതുപോലെ തന്നെ മറ്റനേകം കോൺഗ്രിഗേഷൻസ് നമുക്ക് നമ്മുടെ കേരളത്തിലുണ്ട്. അവരെല്ലാം ഇത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാത്തവരൊക്കെ തീരുമാനമെടുക്കണം. അവർ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് വരാനായിട്ട് തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ടവരെ, മിസ്പ 2 ഈ കൺവെൻഷൻ പ്രത്യേകിച്ച് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നത് ഈ ഒരു ചിന്തയ്ക്ക് വേണ്ടിയാണ്. ചില മാറ്റങ്ങൾ സംഭവിച്ചേ മതിയാകൂ, ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തേ മതിയാകൂ, നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയാലേ മതിയാകൂ. ബാക്കി ദൈവത്തിൻ്റെ അരൂപി കൂട്ടിച്ചേർക്കും. നമുക്കതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാളത്തെ ശുശ്രൂഷ, നമ്മുടെ സമാപന മിസ്പ 2 കൺവെൻഷൻ്റെ നാളത്തെ സമാപന ശുശ്രൂഷ ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛനായിരിക്കും.
ഈ 6 ദിവസങ്ങളിലെ ശുശ്രൂഷകളുടെ ഒരു പൂർത്തീകരണമായിട്ട് അതിശക്തമായ ദൈവത്തിൻ്റെ ദൂതുകൾ നൽകി പരിശുദ്ധാത്മ വചനത്തിലൂടെ നമ്മെ നയിക്കുന്ന കൃപയുടെ ദിവസങ്ങളാണ്. നിങ്ങൾ കൂടുതൽ വ്യക്തികളുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണം. അതുപോലെ ഡിസംബർ 31 ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, മിസ്ബ 2-ൽ പങ്കെടുത്ത എല്ലാ ശുശ്രൂഷകരും ഒരുമിച്ച് ചില ചർച്ചയിലൂടെ ചില കാര്യങ്ങൾ ദൈവജനത്തെ ബോധ്യപ്പെടുത്തുവാനും അതുപോലെ തന്നെ ചില പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്ക് നൽകുവാനും വലിയ കുടുംബങ്ങൾക്ക് നൽകാനൊക്കെ ദൈവം ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങളേവരുടെയും പ്രാർത്ഥന അതിനുവേണ്ടി ചോദിക്കുകയാണ്. നമുക്കൊരുമിച്ച് നിൽക്കാം, ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നെഹേമിയയുടെ പുസ്തകം 2:20 നെഹേമിയ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ, നമ്മൾ പരസ്പരം ഒരുമിച്ച് സഭാ നേതൃത്വവും ജനവും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ, കൈകൾ കോർത്താൽ, എല്ലാ വിടവുകളും ഗ്യാപ്പുകളും മാറ്റി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ നല്ല സത്യം, അഭിമന്യ പിതാക്കന്മാരെക്കുറിച്ച്, വൈദികരെക്കുറിച്ച്, സമർപ്പിതരെക്കുറിച്ച്, നമ്മുടെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ, സഭയുടെ ശത്രുക്കൾ നമ്മുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത പലരും, പല സംഘടിത ശക്തികൾ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കും. നമ്മൾ മനസ്സിലാക്കണം. അതിൽ ധാരാളം നുണകളും വ്യാജങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈ കണ്ണിലൂടെ നമ്മൾ സഭയെ നോക്കരുത്, സഭയുടെ സംവിധാനങ്ങൾ നോക്കരുത്. ഇപ്പം നമ്മൾ ഏതാണ്ട് ചില ടെസ്റ്റ് മണികൾ കേട്ടില്ലേ, ഇത് നാളുകളായിട്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഇതൊന്നും പുറത്തു വരുന്നില്ല, വേണ്ട വിധം അറിയുന്നില്ല. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഇനി ഇതുപോലെ ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുമാറ് അതിനോട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ സഭയെ സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ ആശങ്കകൾ ഇതെല്ലാം സമർപ്പിക്കുക. നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഈ ചിന്തകളെല്ലാം നമ്മൾ പൂർണ്ണമായി ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് ആരാധന ശുശ്രൂഷ ഉണ്ടാവുകയില്ല, ദിവ്യകാരുണ്യ ആരാധന. പകരം ഒരു പ്രയർ സർവീസിലൂടെ നമുക്ക് കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ കുടുംബങ്ങൾ ദൈവസാന്നിധ്യത്തിനിടങ്ങളായി മാറട്ടെ. നമ്മുടെ ഓരോ ജീവിതവും കർത്താവിന് പ്രവർത്തിക്കാൻ ഇടമായി മാറട്ടെ. നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി, വന്യ വൈദികർക്ക് വേണ്ടി, നമ്മുടെ സമർപ്പിതർക്കൊക്കെ വേണ്ടി നമ്മൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവിന്റെ ശക്തി ഇറങ്ങി വരുന്ന സമയം, ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്ന സമയം, ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിലെ തീയായി കത്തിപ്പടരുന്ന സമയം, എല്ലാ പൈശാചിക ശക്തികളെയും, നമ്മുടെ സമൂഹത്തെ ദുർബലമാക്കുന്ന, നമ്മുടെ സഭയെ തളർത്താൻ നോക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും മാനുഷിക ശക്തികളും യേശുനാമ ശക്തിയാലെ, യേശുവചന ശക്തിയാലെ, യേശുവിന്റെ തിരിച്ചൊരു ശക്തിയാലെ നിർവീര്യമാകുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സഭയെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ സമൂഹങ്ങളെ ബലപ്പെടുത്തണമേ. കൃപ തരണമേ, അഭിഷേകം തരണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി തരണമേ. ആഗ്രഹിച്ച് 2 കരങ്ങളും ഉയർത്തി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു, ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ശക്തിയോടെ, ശക്തിയോടെ ഈശോ നാമം വിളിക്കുക. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറട്ടെ. വിവാഹം നടക്കാതെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികള്, നാരകീയ ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സാമ്പത്തിക ഭദ്രതയുണ്ടാകട്ടെ. കടബാധ്യതകള്, കടക്കണികള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. അനേക ഹൃദയം തുറക്കണമേ, സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കണമേ, ഹൃദയം തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക, 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 വരിക.
പെയ്യട്ടെ. വരിക പരിശുദ്ധാത്മാവേ, മഴയ തീയ റൂഹ പെയ്യട്ടെ. വരിക പരിശുദ്ധാത്മാവേ, മഴയ തീയ റൂഹ പെയ്യട്ടെ. പെയ്യട്ടെ. മഴയ തീയ റൂഹ പെയ്യട്ടെ. ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക. സഭയിൽ, കേരള സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ ഏകദേശം 1.5 ലക്ഷം ചെറുപ്പക്കാരാണ് വിവാഹം കഴിയാതെ നിൽക്കുന്നത്. ആ ബന്ധനം അഴിഞ്ഞു മാറാൻ, ആ കെട്ടുകൾ പൊട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് തക്ക തുണയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ അനേകരുണ്ട്, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മക്കളെ കിട്ടുന്നില്ല. ആ തടസ്സങ്ങൾ മാറണം, ആ പ്രതിബന്ധങ്ങൾ മാറണം. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. അതുപോലെ ധാരാളം മക്കളെ കർത്താവിന് സഭയ്ക്കും നൽകാനുള്ള ഒരു ആത്മീയ ദർശനം ദമ്പതിമാർ ഏറ്റെടുക്കുവാൻ, ആ കൃപ ഈ സമയം കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ, ഈശോയെ. സാമ്പത്തികമായി കർത്താവ് അനുഗ്രഹിച്ച് അനേകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമുദായത്തിലെ വ്യക്തികൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് കുറച്ച് വീട് വെച്ചു കൊടുക്കാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഇടവകയിൽ വളരെ പറഞ്ഞൊരു അനുഭവമാണ്. 6 മക്കളുണ്ട്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ സമയത്ത് ആ ഇടവകയിലുള്ള മറ്റ് സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഇടവകയിൽ ആൾക്കാർ വീട് വെച്ച് കൊടുക്കുകയാണ്. ഇവരെ ശ്രദ്ധിക്കുന്നില്ല, ഇവരെ മാനിക്കുന്നില്ല. നമ്മൾ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ടവർ അവഗണിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ സമൂഹമാണ് തളരുന്നത്, നമ്മുടെ സമൂഹത്തിനാണ് അതിന് ക്ഷീണം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും നമ്മൾ ആദരിക്കണം, മാനിക്കണം, അവരെ സഹായിക്കണം. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ളവരെ, നമ്മുടെ സമുദായത്തിലുള്ളവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഹൃദയത്തുറവി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഈ കൃപകളൊക്കെ നമ്മളിൽ നിറയാൻ ഒരിക്കൽ കൂടി ഇരു കരങ്ങളും ഉയർത്തി കർത്താവെ കൃപ വർഷിക്കണം, കർത്താവെ അഭിഷേകം നൽകണം, കർത്താവെ സാന്നിധ്യം നൽകണം, കർത്താവെ ശക്തി നൽകണം, കർത്താവെ ഞങ്ങൾക്ക് അതിനാവശ്യമായ ഹൃദയത്തുറവി നൽകണം. ഈ ഒരു ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, 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 കൃപൊഴുകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. ഇതിനെതിരെ വിരോധമായി പ്രവർത്തിക്കുന്ന പൈശാചിക പോരുകള്, നാരിക ശക്തികള് അഴിഞ്ഞു മാറട്ടെ. അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം വെളിപ്പെടട്ടെ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക, വരിക, വരിക. കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക്, സഭാ കൂട്ടായ്മകളിലേക്ക്, സഭാ നേതൃത്വത്തിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ ആശീർവദിക്കണമേ, സമർപ്പിത സമൂഹങ്ങൾ ആശീർവദിക്കണമേ. ഞങ്ങളെ അഭിവൃദ്ധി പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വന്യ വൈദികരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. Anoint, anoint, anoint. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. സഭയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ക്രൈസ്തവ സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണ്. അമ്മ പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് ഒറ്റക്കെട്ടായി കർത്താവിൽ ശരണപ്പെട്ട് മുന്നേറുവാനുള്ള അഭിഷേകം ഞങ്ങളിൽ നിറയാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മ ക്രമപ്പെടുത്തണമേ. അമ്മയുടെ സാന്നിധ്യം വഴി എല്ലാ കുറവുകളും നിറവുകളായി മാറാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി നമ്മൾ അമ്മയോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ആവേ മരിയ, ആവേ ആവേ അമ്മേ 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 അമലേ അമലേ മരിയേ. ഇന്ന് ഗുഡലുപ്പ് അമ്മയുടെ തിരുനാൾ ദിനമാണ്.
ഷെക്കേന ടെലിവിഷൻ സംബന്ധിച്ചിടത്തോളം ടെലിവിഷന് പ്രത്യേകം അതിശയാണ് ഗുഡലൂപ്പ് അമ്മ. അമ്മയെ കൂട്ടുപിടിച്ച്, അമ്മയുടെ കരം പിടിച്ച്, അമ്മയുടെ മാതൃ സ്നേഹം അനുഭവിച്ച് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബങ്ങളെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏറ്റുപാടുന്നു. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ, അമലേ അമലേ മരിയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഷെക്കേന ടെലിവിഷനെ ഓർക്കണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ടെലിവിഷൻ മുന്നോട്ട് പോകാൻ, ഇതിൻ്റെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ പ്രൊവിഡൻസ് ഉണ്ടാകാൻ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. സാധിക്കുന്നത് പോലെ ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ മറ്റൊരു സമ്മാനമാണ് ശാലും ടെലിവിഷനെ പോലെ, ഗുഡ്നസ് ടെലിവിഷനെ പോലെ മറ്റൊരു സമ്മാനമാണ് ഷെക്കേന ടെലിവിഷൻ. നിങ്ങൾ ചങ്കിലേക്ക് ഏറ്റെടുക്കണം. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും സഹായവുമാണ് ഈ മാധ്യമ ശുശ്രൂഷകളെ നിലനിർത്തുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നാളത്തെ ശുശ്രൂഷയ്ക്ക് പ്രത്യേകം ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി വരാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.